Okay, fine. Hello everyone. പെരുന്നാളും നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈവ് മോർണിംഗിൽ നിന്ന് ഈവനിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നു. ഓക്കെ, സോ യൂഷ്വലി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പറയുക, ആരെങ്കിലും ലൈവ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. ജോയിൻ ചെയ്യുന്നവരോട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയുക. നമുക്കൊരു 1-2 ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇനി പറ്റില്ലടാ, സ്ലൈഡ് ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. അമൻ സാദിഖ് ആ റിക്വസ്റ്റ് പരിഗണിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കുറേ സ്ലൈഡുകളുണ്ട്, അതുകൊണ്ടാണത് അങ്ങനെ വന്നു പോകുന്നത്. ഏതായാലും ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇഷ്യൂ നമ്മൾ അടുത്ത ഇപ്പോൾ ബ്രിഡ്ജ് കോഴ്സ് അല്ലേ, അടുത്ത ആക്ച്വൽ ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ നമുക്കത് പരിഹരിക്കാം കേട്ടോ. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സ്ലൈഡുകളാണിത്, അതുകൊണ്ടാണ് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ഏതായാലും അത് പരിഗണിക്കുക, നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, തൽക്കാലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഗുഡ് ഈവനിങ് എവരി വൺ. നിങ്ങൾ സാധാരണ ജോയിൻ ചെയ്യുന്ന ഹലോ മിസ് ബാ, സാധാരണ ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തൊന്ന് പറയാം. താങ്ക് യു ഫോർ ദ വെൽക്കം. ഓക്കെ, ഞാനെവിടെയും പോയില്ലല്ലോ, വെൽക്കം ബാക്ക് പറയാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ക്ലാസ്സൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ, എല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. താങ്ക് യു ഫോർ ദ വെൽക്കം. കൊമ്പ് അന്വേഷിക്കുന്നു, ആനക്കൊമ്പനൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ മക്കളെ. ഇത് തൽക്കാലം വൈറ്റിലേക്ക് മാറ്റാൻ നിവർത്തിയൊന്നുമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് സംഭവിച്ച ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക്ക് ഇന്ന് പറ്റിക്കലില്ല. പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഹലോ ജസ എന്നല്ലേ പേര്, മിസ്ബാ. ഓക്കെ, 40 പേരേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ ഒക്കെ സാധാരണ ഉണ്ടാകുന്നവരോടൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കി പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സംഭവിച്ചൊരു ഇഷ്യൂ, നിങ്ങളുടെ ഈ കമൻറ്റ് ശ്രദ്ധിച്ച് ഞാൻ പല കാര്യങ്ങളിലേക്ക് കടന്നു. അതൊക്കെ യൂസ്ഫുൾ ആകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നത്. കണ്ടന്റ് എന്നുള്ളത് മാത്രമല്ല, നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ തിയറി അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇങ്ങനെ പഠിച്ച് പോകുക എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്റ്റൈല്, എൻട്രൻസ് എക്സാം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഏതായാലും ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കുറച്ച് സമയം ടൈം കൺസ്യൂം ചെയ്യുന്ന നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അത് അവസാനത്തേക്ക് വെക്കാം. നമുക്ക് ആദ്യം നമ്മൾ എടുക്കാൻ, അതായത് ഡെലിവർ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന കണ്ടന്റ് വളരെ പെട്ടെന്ന് അങ്ങ് തീർക്കാം. 1.5 മണിക്കൂർ കൊണ്ട് അതങ്ങ് തീർത്തിട്ട് അതിൻ്റെ ശേഷമുള്ള സമയം നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാനതൊരു മറുപടി പറയുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ പ്ലാന്. ഇന്ന് നമ്മൾ വല്ലാണ്ടൊന്നും ഡീവിയേറ്റ് ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ലോസ് ഓഫ് മോഷൻ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാടാ? ആദ്യമായിട്ട് ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാ? ആദ്യമായിട്ട് ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നത് 9ാം ക്ലാസ്, 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അതിൻ്റെ മുന്നേ നിങ്ങൾ കേട്ടിട്ടില്ല, 9th-ലാണ്. ഓക്കെ, 9th 8th-ലാണ്. അങ്ങനെ 8th വന്നത് മാറിപ്പോയതാണോ? 9th-ലാവും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. 8th സ്റ്റാൻഡേർഡ് മേ ബി സിലബസ് ഡിഫറൻ്റ് ആയതുകൊണ്ടായിരിക്കാം. ICSE സിലബസ് വലുതുമാണോ എനിക്കറിയില്ല കേട്ടോ. എനിവേ, എന്താണ് ലോസ് ഓഫ് മോഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ? ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ? അതൊന്ന് ആദ്യം പറഞ്ഞു. 7th-ലേ കേട്ടിട്ടുണ്ട്, മേ ബി പഠിച്ചത് 7th-ലൊന്നും ആവില്ല, അതിന് ശേഷമായിരിക്കും. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. എന്താണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ? വളരെ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഷോർട്ടായിട്ട് കേട്ടോ. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ വളരെ ഷോർട്ടായിട്ട്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഓബിയസ്ലി അതിനല്ലേ ചാപ്റ്ററിൻ്റെ പേര്, ലോസ് ഓഫ് മോഷൻ. ഇനേർഷ്യ, ഓക്കെ, ഇനേർഷ്യ വരും. ലോസ് ഓഫ് മോഷൻ, ഒബ്വിയസ്ലി ലോസ് ഓഫ് മോഷൻ വരും. ന്യൂട്ടൺസ് 3 ലോകളുണ്ട്. ഈ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓർമ്മ വരും. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, മൊമെൻറ്റം മനസ്സിൽ വരും. ഓക്കെ, ഗുഡ്, മൊമെൻറ്റം മനസ്സിൽ വരും. പിന്നെ
ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ, ലോ ഓഫ് മൊമെന്റോ, അങ്ങനെ ഒരു പേര് ഇതിനുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ലോ ഓഫ് ഇനേർഷ്യ ഉണ്ട്. ഗുഡ്. ഫോഴ്സ് മനസ്സിൽ വരും. അതാണ് വേണ്ടത്. ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സോ? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഞാൻ തൽക്കാലം എഴുതുന്നുണ്ട്. അത് ലോസ് ഓഫ് മോഷനുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും കിടന്നോട്ടെ. പിന്നെ ഓപ്പോസിറ്റ് ഈക്വലന്റ് ഫോഴ്സ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയും നമ്മൾ. ആക്ഷൻ റിയാക്ഷൻ. ഓക്കെ, അതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. റിയാക്ഷൻ ആൻഡ് ഓപ്പോസിഷൻ, ഓപ്പോസിറ്റ് ഈക്വലന്റ് ഫോഴ്സ്. ഫ്രിക്ഷൻ. ഗുഡ്. ഫ്രിക്ഷൻ. ഗുഡ്. ഫ്രിക്ഷൻ. ഓക്കെ, ലൈൻ ഓഫ് ഫോഴ്സ്. ആയിക്കോട്ടെ, ലൈൻ ഓഫ് ഫോഴ്സ്. നിങ്ങൾക്ക് ആർക്കും ന്യൂട്ടൺ ഓർമ്മ വന്നില്ലടോ? ലൈൻ ഓഫ് ഫോഴ്സ് ആരും മുകളിൽ ന്യൂട്ടൺ എന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ. ഓക്കെ, അതാണ് മറ്റൊരു അബദ്ധം. ഈ ഗ്രാവിറ്റേഷൻ ലോസ് ഓഫ് മോഷനുമായിട്ട് അങ്ങനെ വലിയൊരു ബന്ധമുള്ള സാധനമൊന്നുമല്ല. ഗ്രാവിറ്റേഷൻ ഡിഫറൻ്റ് ആണ് കേട്ടോ. ഇത് ന്യൂട്ടൺ കോമൺ ആയി കിടക്കുന്നതുകൊണ്ട് പലർക്കും ലോസ് ഓഫ് മോഷനും ഗ്രാവിറ്റേഷനും കൂടെ എപ്പോഴും ഇങ്ങനെ അങ്ങനെ മിക്സായി പോകാറുണ്ട്. ഗ്രാവിറ്റേഷൻ ഞാൻ പറഞ്ഞു ന്യൂട്ടൺ. ഓക്കെ, ഗുഡ്. ഞാൻ കണ്ടിരുന്നു ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള കൂട്ടത്തിൽ അങ്ങ് പോയതാ. ഇമ്പൾസ്. വെരി ഗുഡ്. ഇമ്പൾസ്. ഓക്കെ. സോ തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഫൈൻ. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഫ് ഈക്വൽ ടു എസ് കോസ് തീറ്റ, എഫ് ഈസ് ഈക്വൽ ടു എസ് കോസ് തീറ്റ, ഇതെന്താണാവോ സാധനം? അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതവിടെ നിൽക്കട്ടെ. എന്താണ് ഉദ്ദേശം പോട്ടെ. എഫ് ഈസിക്കൽ ടു എസ് കോസ് തീറ്റ, അത് എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ അവിടെ നോട്ടെ. ഫൈൻഡ് എഫ് ഈക്വൽ ടു എം എ. ഗുഡ്. എഫ് ഈക്വൽ ടു എം എ. ഇത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ടോ? എഫ് ഈക്വൽ ടു എം എ. എസ് കോസ് തീറ്റ എനിക്ക് മനസ്സിലായില്ല. ഫൈൻഡ് ഇൻറ്റു ഫോഴ്സ് അവിടെ നോട്ടെ. ഫൈൻ. തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. നൗ ഈ ഒരു ആവശ്യം, അതായത് എൻ്റെ ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ഗ്രാവിറ്റേഷൻ ലോസ് ഓഫ് മോഷനുമായിട്ട് പല ആളുകൾക്കും ഓവർലാപ്പ് ചെയ്ത് കയറിപ്പോവാറുണ്ട്. ഓക്കെ, ഈവൻ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ന്യൂട്ടൺ ആപ്പിൾ കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? അതേപോലെ തന്നെ എഫ് ഈക്വൽ ടു ജി m1m2/r² എന്ന് പറഞ്ഞ ഇക്വേഷനൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും എന്തല്ല, ലോസ് ഓഫ് മോഷനുമായി റിലേറ്റഡ് അല്ല. എന്നാൽ റിലേറ്റഡ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ റിലേഷൻ ഉണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. ഇനി ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിനെ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ ഫിസിക്സിൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ +1 +2 28 ചാപ്റ്ററുകളുണ്ട് ഫിസിക്സ്. ആ 28 ചാപ്റ്ററുകളിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കാണുന്നില്ല, മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒന്നും ഇവിടെ വരില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പോൾ +1 +2 മുഴുവൻ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് അത് ഒന്ന് ലോസ് ഓഫ് മോഷനും, ഒന്നാമത്തെ ലോസ് ഓഫ് മോഷനും, രണ്ടാമത്തത് ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനി ഗസ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പേരായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഈ നമ്പേച്ചി പറയുന്നുണ്ട് എന്തോരം പേരുകളാ. ഓക്കെ, ആക്ച്വലി ആൻസർ കറക്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വർക്ക് എനർജി പവറാണ്. ഞാൻ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. തെർമോഡൈനാമിക്സ്, ഗ്രാവിറ്റേഷൻ ഒന്നുമല്ല, പവർ, വർക്ക് എനർജി പവർ. നൗ എന്തുകൊണ്ട് ഞാൻ ഈ 2 ചാപ്റ്റേഴ്സിനെ, ഇത് വലിയ ചാപ്റ്റർ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല, അത്യാവശ്യം വർക്ക് പണിയൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല. ഞാൻ എന്തുകൊണ്ട് ഈ 2 ചാപ്റ്റേഴ്സിനെ +1 +2 ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ പരിഗണിക്കുന്നതിൻ്റെ കാരണം, ഫിസിക്സിൽ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിച്ച സമയത്ത് നിങ്ങൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണ്ടിട്ടുണ്ടാവും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതൊന്ന് ഫോഴ്സും രണ്ടാമത്തത് എനർജിയുമാണ്. ഈ 2 മോസ്റ്റ് കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്ന
physical quantities. Now, how to handle a force? ഒരു ഫോഴ്സ് എന്താണ്? ആ ഫോഴ്സ് കൊണ്ട് ഫണ്ടമെന്റൽസ് ആണോ? ആ ഒരു ഫോഴ്സ് എന്താണ്? ആ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഫോഴ്സിനെ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ്? ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെടുത്തി ഒരു ഫോഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിക്കുന്നത് ലോസ് ഓഫ് മോഷനിലാണ്. അതുപോലെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എനർജി. എനർജിയും ഫോഴ്സും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എനർജി. ആ എനർജി എന്താണ്? എനർജി എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എനർജിയുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? എനർജി ഏതൊക്കെ ഫോമിലുണ്ട്? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയും വർക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ പറയുന്ന എനർജിയെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നിങ്ങളെ വർക്ക് എനർജി പവർ. നൗ ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററുകൾ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവറും കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, റൊട്ടേഷണൽ മോഷൻ, അവിടെ ഫോഴ്സും എനർജിയും വരും. ഗ്രാവിറ്റേഷൻ, ഫോഴ്സും എനർജിയും വരും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ ചാപ്റ്റേഴ്സ് 11th ആണ് 12th ആണ്. ഓഫ് കോഴ്സ് 11th ആണ്, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ആക്ച്വലി. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ കഴിഞ്ഞാൽ വരുന്ന ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഗ്രാവിറ്റേഷൻ, അത് കഴിഞ്ഞ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, അവിടെ വരുമ്പോൾ പ്രഷർ വരും, വിസ്കസ് ഫോഴ്സ് വരും, ബോയിന്റ് ഫോഴ്സ് വരും, സർഫസ് ടെൻഷൻ വരും. ഇതൊക്കെ ഫോഴ്സിന്റെ വകഭേദങ്ങളാണ്. അത് കഴിഞ്ഞ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയുടെ ഫ്ലോ ആണ്. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ, റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണമുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ആണ്. സെക്കൻഡ് ഇയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് എനർജി ഉണ്ട്. അത് കഴിഞ്ഞ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ അതിൻ്റെ എനർജി, അങ്ങനെ അറ്റംസ്, ന്യൂക്ലിയർ, എല്ലാ ചാപ്റ്ററിലും ഫോഴ്സ്, എനർജി പോലുള്ള ക്വാണ്ടിറ്റികൾ മിക്ക ചാപ്റ്ററുകളിലും വരും. അപ്പോൾ ഈ ചാപ്റ്ററുകൾ, അതായത് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ എന്ന് പറയുന്ന +1 ഈ ചാപ്റ്ററുകൾ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നുവോ അതിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾ ഉഷാറായിട്ട് ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവറും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിൽ അത് മറ്റ് ചാപ്റ്ററുകളിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബാധിക്കും. കൺസർവേഷൻ ഓഫ് എനർജി ഗ്രാവിറ്റേഷനിൽ വരും, ഫ്ലൂയിഡ്സിൽ വരും, സോളിഡ്സിൽ വരും, പിന്നെ അതുപോലെ ഓസിലേഷനിൽ വരും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരും. അതുപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ കൺസർവേഷൻ ഓഫ് എനർജി വരും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ അപ്പോൾ ഒരുപാട് ചാപ്റ്ററുകളിൽ കൺസർവേഷൻ ഓഫ് എനർജി വരും. ഇതെവിടെയാണ് പഠിക്കുന്നത്? വർക്ക് എനർജി പവറിൽ. F=ma എന്ന് പറയുന്ന ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുപാട് ചാപ്റ്ററുകളിൽ വരും. അതെവിടെയാണ് പഠിക്കുന്നത്? ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും നല്ല വൃത്തിയായിട്ട്, നല്ല സമയമെടുത്ത്, നല്ല കൺസെപ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, അധികം പറയുന്നില്ല. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇറ്റ്സ് ദ എബിലിറ്റി ടു പുഷ് ഓർ പുൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പുഷ്, പുൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇതല്ലാതെ വർക്ക് എനർജി പവർ, ഇതല്ലാതെ ഫോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തറിയാം? എന്താണ് ഫോഴ്സ്? ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ആ ഇൻഫ്ലുവൻസിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഫോഴ്സ് കൊടുത്താൽ ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യും, ഫോഴ്സ് കൊടുത്താൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ മൂവ് ചെയ്യാൻ ഫോഴ്സ് നിർബന്ധമാണോ? ഫോഴ്സ് വേണോ ഫോർ യൂണിഫോം മോഷൻ? യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ഫോഴ്സ് വേണ്ടതുണ്ടോ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡസ് ഇറ്റ് റിക്വയർ എ ഫോഴ്സ്? എന്താണ് യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ പല ആളുകളും പറഞ്ഞ ആൻസർ ആക്ച്വലി തെറ്റാണ്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ യൂണിഫോം, object is in uniform motion, the force is required is actually 0. അതിന് ഫോഴ്സ് വേണ്ട. ഓക്കെ, ഒരേ സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്യാൻ ആക്ച്വലി ഫോഴ്സ് വേണ്ട. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്
If it is in uniform motion, the force, fine. Okay. Now, ഇതാണ് ഈ പറയുന്ന പോയിന്റ് ആണ് ഫോഴ്സിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. Okay. What about friction opposition? That is correct. Friction opposition സ്റ്റാർട്ട് ചെയ്യാൻ ഫോഴ്സ് വേണം. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ ഫോഴ്സ് വേണം, പ്രോബബ്ലി യെസ്. ഫ്രിക്ഷൻ ഓപ്പോസ് ചെയ്യില്ലേ, അപ്പൊ അത് വേണ്ടേ? Now, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രശ്നം പല സ്ഥലത്തായിട്ട്, ഇതാണ് ഫോഴ്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഈ ന്യൂട്ടൺ പറഞ്ഞതിന്റെ ഒക്കെ ഏറ്റവും ആദ്യം ബിഗിനിങ് ഇവിടെയാണ്. അതുവരെ ന്യൂട്ടണും ഗലീലിയോ ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുന്നേ വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ വിത്ത് എ യൂണിഫോം സ്പീഡ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, ഒരേ പാത്തിൽ ഒരു സ്ട്രൈറ്റ് ലൈനിൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യൂണിഫോം മോഷൻ. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം എന്നാണ് വിചാരിച്ചിരുന്നത്. അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന എല്ലാ സിറ്റുവേഷനിലും സറൗണ്ടിങ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഘർഷണ ബലം എന്ന് പറയും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. എന്നാൽ ആ സ്പീഡ് കുറയാതിരിക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. നൗ വാട്ട് ഇഫ് ദർ ഇസ് നോ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കും. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കാൻ അതിന് ഫോഴ്സ് വേണോ? ഇറ്റ് വിൽ മൂവ് ഇൻഫൈനൈറ്റ്ലി. യെസ്, അതായത് യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അത് അനങ്ങാതിരിക്കാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അത് അനങ്ങാതിരിക്കാൻ ഒന്നും ചെയ്യണ്ട, അനങ്ങാതിരിക്കാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണോ? So if an object is at rest, the net force acting on it is 0. Now if an object is in uniform motion ലാണെങ്കിൽ what is the net force acting on it? ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ട് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ ഫ്രിക്ഷനെ ഒപ്പോസ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്താ? യൂണിഫോം മോഷനിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താ? നെറ്റ് ഫോഴ്സ് 0. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും എഫക്റ്റീവ്ലി ഒരുപോലെയാണ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം. റെസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു യൂണിഫോം മോഷൻ. ഓക്കെ, റെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് യൂണിഫോം മോഷൻ പോലെ തന്നെയാണ്. ചില ഡിഫറൻസസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ബട്ട് ഫണ്ടമെന്റലി ഒരുപോലെയാണ്. അപ്പം മനസ്സിലാക്കുക, റെസ്റ്റും ഒന്നുകൂടെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, റെസ്റ്റും യൂണിഫോം മോഷനും ഫോഴ്സ് 0 ആകുന്ന അവസ്ഥകളാണ്. ഒന്നും കൂടെ പറയാം, ഫ്രിക്ഷൻ. ഇപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, നമ്മളൊരു ടോയ് കാറ് ഉരുട്ടി വിട്ടു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്ത് അങ്ങ് വിട്ടു, ഉന്തി അങ്ങ് വിട്ടു, അത് കുറേ സമയം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവില്ലേ? സ്റ്റോപ്പ് ആവില്ലേ? യെസ്. എന്തുകൊണ്ട്? Why does it stop? എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ആവുന്നു? ഒരു ഒബ്ജക്റ്റ്, നമ്മളൊരു ടോയ് കാറ്, യെസ്, ദ റീസൺ ഈസ് ഫ്രിക്ഷൻ. അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. Now what if there is no friction? അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിലോ? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ വാട്ട് ഇഫ് there is no friction? It will continue in the state of uniform motion. അതിന്റെ അർത്ഥം, if there is no external force, an object will continue in the state of uniform motion. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ അർത്ഥം, if an object wants to continue in the state of uniform motion, the net force acting on it must be 0. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ആ യൂണിഫോം സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഫ്രിക്ഷനും ഉണ്ടാവാൻ പാടില്ല, നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, ആരൊന്നും ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനും തൊടാൻ പാടില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ. സോ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്.
ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഫോഴ്സസ് ബാലൻസ്ഡ് ആവാം. ഓക്കെ, സോ വി ഹാവ് ടു നെഗേറ്റ് ദ ഫ്രിക്ഷൻ. അങ്ങനെയും പറയാം. അപ്പോൾ നിർവാൺ നായർ പറയുന്ന പോയിന്റ് ഞാൻ അതിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇനി ഫ്രിക്ഷൻ ഇല്ലാന്ന് നമ്മൾ വിചാരിച്ചതല്ലേ, എപ്പോഴും ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. യൂഷ്വലി നമ്മളിപ്പോൾ ഇനി എന്തൊക്കെ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്താലും, നമ്മളിനി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്റ്റോപ്പ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്രിക്ഷൻ ഉണ്ടതിനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സുകൾ നമ്മൾ കൊടുക്കണം. അതായത് ഒരു ഒബ്ജക്റ്റ്, അതിന് 2 വീലൊക്കെ ഉണ്ട്, നമ്മൾ ഉന്തി അങ്ങ് വിട്ടു ഒരു വെലോസിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ടയറിൽ പുറകിലേക്കായിട്ട് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അങ്ങനെ ഫ്രിക്ഷൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? സ്വാഭാവികമായിട്ട് ഇവഞ്ച്വലി അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു നെഗേറ്റ് ദ ഫ്രിക്ഷൻ. അപ്പം നമ്മൾ എക്സ്റ്റേണൽ ആയി ഒരു ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുന്നുവെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? നിങ്ങൾ വെക്ടേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാ, ഫോഴ്സ് വെക്ടറാ. ഈ ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് കിട്ടും, ഫ്രിക്ഷൻ ഇങ്ങോട്ടും. വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ്? 0. അതാണ് നമ്മുടെ പോയിന്റ്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് മസ്റ്റ് ബി 0. തിരിച്ച് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് മസ്റ്റ് ബി 0 ആയാലേ, only if the net force acting on the object is 0, the object will continue in the state of uniform motion. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആണ്. യൂണിഫോം മോഷൻ ആണെങ്കിൽ ഫോഴ്സ് 0, ഫോഴ്സ് 0 ആണെങ്കിൽ യൂണിഫോം മോഷൻ ആവുള്ളൂ. ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്ന് പറയും നമ്മൾ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ മനസ്സിലായല്ലോ, ഇതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. ഇനി അത് ബാലൻസ്ഡ് അല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് കൂടുതൽ. ഓക്കെ, capital F greater than friction, what happens? എന്താ സംഭവിക്കുക? നിങ്ങൾ പറ. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഫ്രിക്ഷനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീഡ് കൂടും. കറക്റ്റ്, വെലോസിറ്റി ഇൻക്രീസസ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഫ്രിക്ഷനേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടി കൊണ്ടുവരും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനേക്കാളും വലുതാണ് ഫ്രിക്ഷൻ എങ്കിൽ ഒബ്ജക്ട് മൂവ്സ് അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ. കറക്റ്റ്, വെലോസിറ്റി ഡിക്രീസസ്. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ, ബാലൻസ്ഡ് അല്ല, നെറ്റ് ഫോഴ്സ് 0 അല്ല എങ്കിൽ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ്. ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറ വേഗം. ഒരു ക്വസ്റ്റ്യൻ ആണ്, വേഗം ആൻസർ പറ. A feather of mass 15 gram is dropped from a height. ഒരു ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്തു. It is found to fall with a constant velocity. അപ്പോൾ ഒരു ഫെദർ ഇതിങ്ങനെ താഴേക്ക് വീഴുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സാധാരണ എങ്ങനെ ആവുമോ വരിക? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴേക്ക് എന്തുണ്ടാവും? വെയിറ്റ് mg ഉണ്ടാവും. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയില്ലേ? +1 +2 ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണോ? പുതിയ സ്റ്റുഡൻ്റ് ആണ്. +1 +2 നമ്മൾ ആക്ച്വലി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജ് കോഴ്സാണ്. അത് 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്കുള്ള ഒരു ട്രാൻസിഷന് വേണ്ടി, സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം +1 +2 അപ്പോഴല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ +1 എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. JEE ഫോക്കസ് ചെയ്യുന്നതായാലും നീറ്റ് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും +1 +2ൻ്റെ കൂടെ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ
ഇതിൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആയേ പറ്റൂ. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് ഗ്രാവിറ്റി ഉണ്ട്, ഓക്കെ, അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആവും? ഗ്രാവിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആകും? ഇവിടെ നമ്മൾ ആൻസർ ചെയ്യാൻ അതൊന്നും ആലോചിക്കണ്ട. പക്ഷെ നെറ്റ് ഫോഴ്സ് 0 ആണ്, ഫൈൻ. ഗ്രാവിറ്റി ഉണ്ട് എങ്കിൽ പിന്നെ എങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആകും? അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ, ഗുഡ്. വാക്യൂം അല്ല, ഡ്രോപ്പ്ഡ് ഫോഴ്സ്. എന്ത് ഡ്രോപ്പ്ഡ് ഫോഴ്സ്? കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അതെനിക്ക് മനസ്സിലായി, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും നോക്കണ്ട, ഫോഴ്സ് 0. എന്റെ ചോദ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഫോഴ്സ് 0 ആകും? അവിടെ മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ. ഇതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ, മിഷാലിന്റെ. വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫെദർ? ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഗ്രാവിറ്റി മാത്രമല്ല, അതിന്റെ മുകളിലേക്ക് ഒരു എയർ റെസിസ്റ്റൻസ്, നമുക്കതിനെ വേണമെങ്കിൽ എയർ ഫ്രിക്ഷൻ എന്നൊക്കെ പറയാം, അതും കൂടെ ഉണ്ടാകും. അത് രണ്ടും കൂടെ ബോയൻസി, ബോയൻസി നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ബോയൻസി ഉണ്ടാവും, എയറിലൊരു ബോയൻസി ഉണ്ടാവും. ഓക്കെ, ഫ്രിക്ഷൻ, അതെ, മുകളിലേക്കുള്ള ഫ്രിക്ഷൻ ആണ്. അത് രണ്ടും കൂടാണ് ബാലൻസ് ആവുന്നത്. അപ്പൊ ഇത് രണ്ടും എന്തായി? ബാലൻസ്ഡ് ആയി. അങ്ങനെ വരുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്താവും? 0 ആകും. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇത് മാത്രം എന്ത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ദാറ്റ്സ് എനഫ്. അവിടെ വെച്ച് നമുക്ക് പറയാം ഫോഴ്സ് 0 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അത് ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ആണ്. ഇനി നമ്മൾ ന്യൂട്ടന്റെ ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആക്ച്വലി ഗലീലിയോന്റെ ഐഡിയാസ് ആണ്. ആ ഗലീലിയോന്റെ ഐഡിയാസ് ഒന്നും കൂടെ ഷേപ്പ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത്, എയർ റെസിസ്റ്റൻസ് അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷനും സെയിം ആണോ? ഇറ്റ്സ് എ സെയിം തിങ്. അറ്റ്മോസ്ഫിയർ, എയർ, റെസിസ്റ്റൻസ്, ഫ്രിക്ഷൻ. ഓക്കെ, ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ എ അല്ല, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0, അതുകൊണ്ട് എ 0. ഓക്കെ, അപ്പോൾ ഇത് ലോ ഓഫ് ഇനേർഷ്യ. നൗ വാട്ട് ഈസ് ഇനേർഷ്യ? വാട്ട് ഈസ് ഇനേർഷ്യ? വാട്ട് ഈസ് ഇനേർഷ്യ? നിങ്ങൾ അതിൻ്റെ നീട്ടിപ്പരത്തിയ ഡെഫിനിഷൻ ഒന്നും പറയണ്ട, സിമ്പിളായിട്ട് വളരെ ഷോർട്ടായിട്ട് പറ. എന്താണ് ഇനേർഷ്യ? ടെൻഡൻസി ഓഫ് ഒബ്ജക്റ്റ് ടു ബി ഇൻ റെസ്റ്റ് ഓർ മോഷൻ. മതി മതി മതി, എല്ലാവരും കൂടെ ഇനി ടൈപ്പ് ചെയ്യേണ്ട. ഡ്രാഗ് അല്ല ഇനേർഷ്യ, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് എവർ സ്റ്റേറ്റ് ഇറ്റ് ഈസ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഴാൻ പോകുന്നത്. ഓക്കെ, ജഡത്വം, മലയാളത്തിൽ അതിന് ജഡത്വം എന്നാണ് പറയുക. ആ ജഡത്തിന്റെ ഡാ അങ്ങനല്ല കേട്ടാ. ഓക്കെ, മാസ് ആണ് ഇനേർഷ്യ. ഹബീബിന്റെ ആൻസർ അവിടെ നിൽക്കട്ടെ. മാസ് ആണത്ര ഇനേർഷ്യ. നമുക്കൊരു ചോദ്യചിഹ്നമാണത്. ഓക്കെ, മിസ്ബാഹ് ആണെന്നാ. ഓക്കെ, definition ഇവിടെ കൊടുത്തിട്ടുണ്ട്. Every body continues to be in its state of rest or uniform motion in a straight line unless compelled by some external force to act otherwise. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണോ? അതായത് ഈ പറഞ്ഞതിലിരുന്നോ, റെസ്റ്റ് ആണോ ഫോഴ്സ് 0 ആവും, യൂണിഫോം മോഷൻ ആണോ ഫോഴ്സ് 0 ആവും. അതിൻ്റെ അർത്ഥം തിരിച്ച്, ഫോഴ്സ് 0 അല്ലെങ്കിൽ മാത്രമേ അത് റെസ്റ്റിൽ നിന്ന് മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഫോഴ്സ് 0 അല്ലെങ്കിൽ മാത്രമേ ഒരു വസ്തു അതിൻ്റെതായ അവസ്ഥയിൽ തുടരാനുള്ള പ്രതിഭാസം. കറക്റ്റാണ്. ഒരു ഫോഴ്സ് 0 അല്ലെങ്കിൽ മാത്രമേ അത് യൂണിഫോം മോഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യുകയുള്ളൂ. അതിൻ്റെ അപ്പോൾ ഇതാണ് ലോ ഓഫ് ഇനർഷ്യ ഓഫ്, അല്ലെങ്കിൽ ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ അതാണ് ലോ ഓഫ് ഇനർഷ്യ. ഇതിൻ്റെ എഫക്റ്റുകൾ നിങ്ങൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ, ഇറങ്ങുമ്പോൾ വീഴും. ബസ്സിൽ നിന്ന് എന്നും ഇറങ്ങുമ്പോൾ വീഴൊന്നുമില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബസ് ഫുള്ളി സ്റ്റോപ്പ് ആവുന്നതിൻ്റെ മുന്നേ നമ്മൾ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്.
ഓക്കെ, ബസ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറകിലേക്ക് പോകുന്നതും ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്ക് തള്ളുന്നതും ഒക്കെ ദ ബോഡി ടെൻസ് ടു ബി ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ്. അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തുടരാനും, അത് മൂവ് ചെയ്യുകയാണെങ്കിൽ മോഷനിൽ തുടരാനും അത് ശ്രമിക്കും. ഇനി ബസ് വളവ് തിരിയുകയാണെങ്കിലോ, കാറോ ബസ്സൊക്കെ വളവ് തിരിയുകയാണെങ്കിലോ നമുക്ക് സൈഡിലേക്ക് ഒരു വലിവുണ്ടാവും. ഓക്കെ, ഇങ്ങോട്ടാണ് വളവ് തിരിയുന്നെങ്കിൽ ഈ സൈഡിലേക്ക് ഒരു വളവുണ്ടാവും, വലിവുണ്ടാവും. അതായത് ഒരു ഗ്ലാസിന്റെ മുകളിൽ കോയിന്റെ മുകളിൽ കാർഡ്ബോർഡിന്റെ മുകളിൽ കോയിൻ വെച്ച് കാർഡ്ബോർഡോ തുണിയോ പെട്ടെന്ന് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ അതിന്റെ കൂടെ പോരില്ല, കോയിൻ അവിടെ തന്നെ നിൽക്കും, അത് ഗ്ലാസ്സിലേക്ക് വീഴും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, ഗുഡ്. അതായത് കാറ് വളയുന്ന സമയത്ത് നമുക്ക് അതേ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ടെൻഡൻസി, അതാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇത് ഒരാൾ കാർ ഓടിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടൊക്കെയാണ് സംഭവം, സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു എന്ന് വിചാരിക്കും, പെട്ടെന്ന് വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആവും. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ആവില്ല, നമ്മൾ മുന്നോട്ട് പോകും. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റെയറിങ് നമ്മുടെ മേളിൽ ചെന്ന് അല്ലെങ്കിൽ നെഞ്ചത്ത് ചെന്ന് ഇടിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ച് പുറത്ത് കടക്കും. ഓക്കെ, പുറകിലെ സീറ്റിൽ ഇരിക്കുമ്പോഴും ആക്ച്വലി സീറ്റ് ബെൽറ്റ് ഇടണം. ഇല്ലെങ്കിൽ നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ചെന്നിടിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലുള്ള സീറ്റിൽ പുറകിലായിരിക്കും. ഫേസ് ഒക്കെ ചെന്നിടിച്ചു കഴിഞ്ഞാൽ അത് ഇനി എത്ര കുഷ്യനുള്ള സാധനമാണെങ്കിലും മൂക്ക് ഒക്കെ ചെന്നിടിച്ചു കഴിഞ്ഞാൽ മൂക്കൊക്കെ പൊട്ടിപ്പോകും. ഓക്കെ, സോ വോൾവോ യൂസ് ചെയ്താൽ മതി. അല്ലടാ, വോൾവോയിലും അത് ഉണ്ടാകും. അത് പരമാവധി റെഡ്യൂസ് ചെയ്തൊരു യൂണിഫോമിറ്റി ഒക്കെ കീപ്പ് ചെയ്ത്, സഡൻ ബ്രേക്കിനൊക്കെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സംഭവം കേട്ടോ. പിന്നെ വോൾവോ ബസ് നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ പോകുന്ന പോലെ പറന്നൊന്നും പോകാത്തതുകൊണ്ട്, ടയറൊക്കെ പൊങ്ങുന്ന രീതിയിലൊന്നും പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് മതി. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ വേണമെങ്കിൽ ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നൗ അത് റൈറ്റിലേക്ക് വളവ് തിരിയുമ്പോൾ നമ്മൾ അങ്ങോട്ടായും, ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവും. ഇതൊക്കെയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ഒക്കെ. നൗ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനേർഷ്യന്റെ യൂണിറ്റ് എന്താണ്? ഇനേർഷ്യയുടെ യൂണിറ്റ് യെസ്, ഓക്കെ. എനിക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. കിലോഗ്രാം മീറ്റർ സെക്കൻഡോ, ന്യൂട്ടൺ എന്ന് കിട്ടിയിട്ടുണ്ട്. ന്യൂട്ടൺ അല്ലേ, അറിയില്ല എന്നാവും. നോ യൂണിറ്റ്, ഓ അങ്ങനെയും ഉണ്ടോ? വേറെ കിലോഗ്രാം, അത് മാസിന്റെ യൂണിറ്റ് അല്ലടാ. സയാൻ സമത്, കിലോഗ്രാം മീറ്റർ സ്ക്വയറോ? അമ്ന പറയുന്നത് എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതാണ് നേരത്തെ ഉദ്ദേശം തോന്നുന്നു. ഇൽഹാം അല്ല, ഇൽഹാം വേറെ തന്നെയാണ്. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്ററോ? അത് അബദ്ധമാവും തോന്നുന്നു. KM മതി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ആൾക്കാർ ഇപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാലോ, മാസ് എന്ത് വിലോ, ഇതിനൊന്നും നിങ്ങളിങ്ങനെ വെറൈറ്റി യൂണിറ്റുകളൊന്നും പറയൂലല്ലോ, കറക്റ്റ് ആൻസർ ഉണ്ടാവുള്ളൂ. വാട്ട് ഹാപ്പൻഡ്? എന്തുകൊണ്ട് നിങ്ങൾ പലരും തോന്നിയ ആൻസറുകൾ പറയുന്നത്? വാട്ട് യു തിങ്ക് ദാറ്റ് ഈസ്? KM/മീറ്റർ ആണ് ഉദ്ദേശിച്ചത് സാർ. ഓക്കെ, kg മീറ്റർ സ്ക്വയർ. ഈ kg മീറ്റർ സ്ക്വയർ, ഈ ഉത്തരം പറഞ്ഞ ആൾക്കാർ എൻ്റെ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറയണം. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? 9th പഠിച്ചതാ, മറന്നുപോയി. ഓക്കെ, ഇനേർഷ്യ യൂണിറ്റ് വാസ് നോട്ട് മെൻഷൻഡ് ഇൻ 9th. ഫൈൻ, മിസ്ബാഹിന്റെ ആൻസറിനോടൊക്കെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആൻസർ പറഞ്ഞ ആളുകൾ നിങ്ങൾ നിർബന്ധമായും ഇത് എവിടെ നിന്ന് കിട്ടി എന്നും കൂടെ പറയണം. ബാക്കിയുള്ള ആൻസറുകളൊക്കെ ഞാൻ വിട്ടു. കിലോഗ്രാം മീറ്റർ സ്ക്വയർ
സത്യസന്ധമായിട്ട് മറുപടി പറയണം കേട്ടോ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ. എല്ലാവരും ഗൂഗിൾ നോക്കിയതാണ്. ഓക്കെ, ഈ കിലോഗ്രാം മീറ്റർ സ്ക്വയർ കിട്ടിയ 1-2 ആളുകളുണ്ട്, 2-3 പേരുണ്ട്. അത് യാദൃശ്ചികമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണെങ്കിൽ നിങ്ങൾ നോക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഗൂഗിൾ നോക്കിയതായിരിക്കും. യെസ്, നെറ്റിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അത് ഇനേർഷ്യ അല്ല. ദാറ്റ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ദാറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ളതിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി പഠിക്കാനുണ്ട്. അത് ഇനേർഷ്യയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇറ്റ്സ് അനലോഗസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, തുടങ്ങിയപ്പോൾ ആരോ ചോദിച്ചില്ലേ പറ്റിക്കൽ ഉണ്ടാവുമെന്ന്. കുറച്ച് പറ്റിക്കൽ എന്തായാലും എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പം എൻ്റെ പോയിന്റ് മക്കളെ, എന്തിനാ യൂണിറ്റ് ഉണ്ടാവുക? എന്തിനാ യൂണിറ്റ് ഉണ്ടാവുക? യൂണിറ്റ് ഉണ്ടാവല് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ്. ഇനേർഷ്യ ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനേർഷ്യ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഇനേർഷ്യ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഇനേർഷ്യക്ക് ഒരു യൂണിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം പ്രസക്തമല്ല. ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് എൻ ഒബ്ജെക്ട് ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഒരു ഒബ്ജക്റ്റിന് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ നിലനിൽക്കാനുള്ള ടെൻഡൻസിയെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുക. അത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ഇനേർഷ്യ ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിന് നമ്മൾ മെഷർ ചെയ്യുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഇനേർഷ്യ നമ്മൾ മെഷർ ചെയ്യുന്നത്, ഞാൻ പുതിയൊരു പേജ് എടുക്കാം. ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ക്വാളിറ്റി. ഓക്കെ, അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് ആക്ച്വലി മാസ്. മാസ് കൂടുതലാണോ ഇനേർഷ്യ കൂടും. അഥവാ മാസ് ആണ് ഇനേർഷ്യ, മാസ് ആണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി. വലിയ ഒബ്ജക്റ്റിന് ഇനേർഷ്യ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അഥവാ ഇനേർഷ്യ എന്നതല്ല ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മാസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇനേർഷ്യ എന്ന് പറഞ്ഞ സാധനം മാസിനനുസരിച്ചാണ്. മാസ് എന്താണോ, കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇതിൽ കൂട്ടത്തിൽ ആക്ച്വലി കറക്റ്റ്. നോ യൂണിറ്റ് എന്ന് പറഞ്ഞതും ഞാൻ അംഗീകരിക്കും, കിലോഗ്രാമും അംഗീകരിക്കും. നോ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനേർഷ്യ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ നോ യൂണിറ്റ് ഓക്കെയാണ്. ഇനി അതിന്റെ മെഷർമെന്റ് ആക്ച്വലി മാസ് ആണെന്നുള്ള അർത്ഥത്തിൽ കിലോഗ്രാമും ഓക്കെയാണ്. ഓക്കെ സർ, മൊമെന്റം ആൻഡ് ഇനേർഷ്യ തമ്മിൽ ചെറിയ ഡിഫറൻസ് അല്ലേ ഉള്ളൂ? ചെറിയ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. ചെറിയ ഡിഫറൻസ് ആണ് നമ്മൾ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യോ ഇല്ല എന്നുള്ളതിൽ വളരെ ചെറിയ ഡിഫറൻസുകളാണ് തീരുമാനിക്കുക. ഓക്കെ, സോ നമ്മൾ എൻട്രൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ചെറിയ ഡിഫറൻസ് പോലും അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഞാൻ പറയുന്ന സമയത്തും നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം കേട്ടോ. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചില സാധനങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞു പോകാറുണ്ട്. അത് മേ ബി ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, അത് അങ്ങനെ നിന്നോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ എത്രത്തോളം ചകഞ്ഞ് എന്താ പറയുക, നെല്ലും പതിരും വേർതിരിക്കുന്ന രീതിയിൽ എത്രത്തോളം ഡീപ്പായിട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ മൊമെന്റും ഇനേർഷ്യയും തമ്മിൽ ചെറിയ ഡിഫറൻസ് അല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ യെസ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ രണ്ടാണ്. അപ്പോൾ മാസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇനേർഷ്യ മെഷർ ചെയ്യുന്നത് മാസിലാണ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വേഗം പറ. ഓക്കെ, സിമ്പിൾ ആണ്. വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ ഇനേർഷ്യ ഓഫ് മോഷൻ? ഇനേർഷ്യ ഓഫ് മോഷൻ വേറെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് വേറെ എന്നല്ല. സിംപ്ലി ഇറ്റ്സ് ഇനേർഷ്യ. വെലോസിറ്റിയിൽ ചേഞ്ച് വരുത്താനുള്ള മടി. വെലോസിറ്റി റെസ്റ്റിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും, അത് ഇനേർഷ്യ ഓഫ് മോഷൻ. വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും, അത് ഇനേർഷ്യ ഓഫ് മോഷൻ.
വെലോസിറ്റി 0 ആണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും ഇനർഷ്യ ഓഫ് റെസ്റ്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും ഇനർഷ്യ ഓഫ് മോഷൻ. ഇനി വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറ്റാനുള്ള മടി, അതാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. സോ ഇനർഷ്യ ഇറ്റ് സിംപ്ലി മാസ്. അടുത്ത ആൻസർ കഴിഞ്ഞ് അടുത്ത് ഇനി നമ്മൾ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക്. കുറേ പേര് മൊമെന്റം എന്ന് പറഞ്ഞിരുന്നു. മൊമെന്റം എന്ന് പറഞ്ഞാലും മതി, ലീനിയർ മൊമെന്റം എന്നാണ് അതിൻ്റെ ശരിക്കും ഉള്ള പേര്. രണ്ടായാലും കുഴപ്പമില്ല, കാരണം മറ്റൊരു മൊമെന്റം വരാനുണ്ട്, ആംഗുലാർ മൊമെന്റം. അപ്പോൾ അത് ആംഗുലാർ മൊമെന്റം, നമ്മൾ ഈ പറയാൻ പോകുന്ന ലീനിയർ മൊമെന്റം. എന്താണെടാ ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ? ലീനിയർ മൊമെന്റം യൂഷ്വലി ഡിനോട്ടഡ് ബൈ പി. എന്തുകൊണ്ടാണ് പി എന്നുള്ള ലെറ്റർ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി മൊമെന്റത്തിൻ്റെതും എം ആണ്, മാസും എം ആണ്, അപ്പോൾ പിന്നെ രണ്ടും കൂടെ മിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാവും. പറ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇറ്റ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസും വെലോസിറ്റിയും തമ്മിലുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ലീനിയർ മൊമെന്റം എന്ന് വിളിക്കുന്നത്. സോ പി ഈസ് ഈക്വൽ ടു എം വി. നൗ ഓബ്വിയസ്ലി വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ മൊമെന്റവും വെക്റ്റർ ക്വാണ്ടിറ്റി ആവും. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് മാസിൻ്റെത് കിലോഗ്രാം, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷണൽ ഫോമിലൊക്കെ പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഡയമെൻഷണൽ ഫോമിലൊക്കെ പഠിച്ചപ്പോൾ ബ്രിഡ്ജ് കോഴ്സിൽ ഷഫീർ സാർ എടുത്തില്ലായിരുന്ന? ഓക്കെ, അവിടെ നിന്നോട്ടെ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ സയാൻ, മീറ്റർ സെക്കൻഡ് അല്ല, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നൗ അടുത്ത ക്വാണ്ടിറ്റി ഇമ്പൾസ്. കേട്ടിട്ടുണ്ടോ? ഇമ്പൾസ് കേട്ടിട്ടുണ്ടോ? ക്യാൻ യു എക്സ്പ്ലെയിൻ മൊമെന്റം വൺസ്? ഓക്കെ, നൗ ശ്രദ്ധിക്കും. ചില സംഭവങ്ങൾ വാട്ട് ഈസ് മൊമെന്റം ആക്ച്വലി പറഞ്ഞുതരാം. ഞാനതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നതാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ ഒരു പേരിട്ട് അങ്ങ് വിളിച്ചു. ഇപ്പോൾ പലരുടെയും പേര്, ഇപ്പം എൻ്റെ പേര് ഫവാസ് ആണ്. എൻ്റെ പേര് ഫവാസ് ആയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, പേരിട്ടു. അതുപോലെ അതിന് കാരണങ്ങളുണ്ടാവും. പേരിലല്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ പലതും ഡിഫൈൻ ചെയ്തെടുക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതാ, പേരിടലാണ് എഫക്റ്റീവ്ലി ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വി ആർ ഡിഫൈനിങ് മാസും വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ മൊമെന്റം എന്നൊരു പേര് കൊടുത്തു. അതിന് കാരണമുണ്ട്. ഈ പറയുന്ന മാസും വെലോസിറ്റിയും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമായി വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കണക്ക് കൂട്ടി ഡിഫൈൻ ചെയ്തു വെച്ചാണ് മൊമെന്റം. നൗ ഇതെന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഒരു ഹെവി മാസ് നമ്മൾ ഒരു വെലോസിറ്റിയിൽ, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. രണ്ട് മാസുകൾ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ക്യാപിറ്റൽ എം വലിയ മാസാണ്, സ്മോൾ എം ചെറിയ മാസാണ്. ഇത് രണ്ടും ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഈക്വൽ ആണ്. ഓക്കെ, ഇത് ക്യാൻ യു എക്സ്പ്ലെയിൻ മൊമെന്റം വൺസ്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഈ കാണുന്ന വലിയ ചെറിയ മാസുകളിൽ രണ്ടിനും ഒരേ സ്പീഡാണ്, ഒരേ വെലോസിറ്റിയാണ്. ഇത് ചുമരിൽ ചെന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. ഏതിനാണ് ഇമ്പാക്റ്റ് കൂടുതൽ? ഏതാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുക? സ്മോൾ എം ഓർ ക്യാപിറ്റൽ എം? കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഏതാണ്? ഓഫ് കോഴ്സ് അത് ക്യാപിറ്റൽ എം ആണ്. ഫൈൻ, ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എമ്മിന് അത് നമുക്ക് കാരണങ്ങൾ, നമുക്കതൊരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ട് ഈക്വൽ മാസുകൾ, ഒന്നിനൊരു ചെറിയ വെലോസിറ്റിയും മറ്റൊന്നിനൊരു വലിയ വെലോസിറ്റിയും കൊടുത്തു. ഓക്കെ, നൗ ഈ രണ്ടെണ്ണം ചെന്ന് ചുമരിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഇതിൽ ഏതാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? സ്മോൾ വി ഓർ ക്യാപിറ്റൽ വി?
അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് പറയാം കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ എഫക്റ്റുകൾ ഓഫ് കോഴ്സ് ക്യാപിറ്റൽ വി ഇത് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അത് ആരും അധികം പറയേണ്ട കാര്യമില്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ നമ്മൾ കൊളീഷൻസിലാണ് മൊമെൻറ്റം ഡിസൈഡ്സ് ഇമ്പാക്റ്റ്. തിരിച്ച് ഇമ്പാക്റ്റിനെ അനുസരിച്ച് നമ്മളൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തതാണ് മൊമെൻറ്റം. ഓക്കെ, ക്രാഷ് ടെസ്റ്റിന് കണ്ടിട്ടുണ്ട് ഈ തിയറി. യെസ്, എക്സാക്ട്ലി. ഞാൻ പറയാൻ പോകുന്നതും ക്രാഷ് ആണ്. അതായത് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോള് നമ്മൾ എറിയുന്നു, നമ്മളത് ക്യാച്ച് ചെയ്യുന്നു. അതേസമയം നമ്മൾ ആക്ച്വൽ ക്രിക്കറ്റ് കളിക്കുന്ന അഡൾട്ട്സ് കളിക്കുന്ന നമ്മൾ സ്റ്റിച്ച് ബോൾ എന്നൊക്കെ പറയുന്ന ഹാർഡായിട്ട് ബോൾ നമ്മൾ എറിയുന്നു. ഓക്കെ, രണ്ടും ഒരേ സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഹോൾഡ് ചെയ്യുന്നത് എഫക്റ്റീവ്ലി നമ്മുടെ കയ്യിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരു ബൈക്ക് ഒരു സ്പീഡിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു, അതേ സ്പീഡിൽ ഒരു ലോറിയാണ് വന്ന് ഇടിക്കുന്നതെങ്കിൽ എഫക്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വ്യത്യാസമുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് വെടിയുണ്ട ഇല്ലേ, ഗണ്ണിൽ നിന്ന് പോകുന്ന, നമ്മൾ അതുകൊണ്ട് എടുത്ത് എറിഞ്ഞ് ഒരാളെ മേൽ തട്ടി എന്തെങ്കിലും സംഭവിക്കുമോ? കാര്യമായിട്ട് ഇഞ്ചുറി ഒന്നും ഉണ്ടാവില്ല. അതേ വെടിയുണ്ട നമ്മൾ ഗണ്ണിലിട്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ അത് ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആണ്. നിങ്ങൾ മറ്റേ വാട്ടർ ജെറ്റ് കൊണ്ട് ഒബ്ജക്റ്റുകൾ കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കട്ടാവുമോ? മണ്ണിൽ ഒഴിച്ചാൽ മണ്ണ് ഇളകി പോകുന്നല്ലാണ്ട്. അതല്ല, അത് വരുന്ന സ്പീഡാണ് അതിൻ്റെ എഫക്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്? രണ്ട് ക്വാണ്ടിറ്റീസ്. ഒന്ന് വരുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ്, മറ്റൊന്ന് വരുന്ന ഒബ്ജക്റ്റിന് എന്ത് വെലോസിറ്റി ഉണ്ട്. ഈ രണ്ട് ക്വാണ്ടിറ്റികളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ. അപ്പം നമ്മൾ അതിനു വേണ്ടി അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകും എന്നതിനെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു. ഇറ്റ്സ് മാസ് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി. മാസും വെലോസിറ്റി കൂടെ മൾട്ടിപ്ലൈ ചെയ്ത സാധനം, അതിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. നമ്മൾ പേരിട്ട് വിളിച്ചതാണ് അതിനെ കേട്ടോ. അല്ലാതെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ MV എന്ന് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് അത് ഡിറൈവ് ചെയ്തത്? അത് ഡിറൈവ്ഡ് അല്ല, അത് ഡിഫൈൻഡ് ആണ്. നിങ്ങളുടെ പേര് ഇന്നതാണ് എന്ന് ആർക്കെങ്കിലും ഡിറൈവ് ചെയ്തുണ്ടാക്കിയതാണ്. എൻ്റെ പേര് ഫവാസ് എന്നുള്ള ആരെങ്കിലും ഡിറൈവ് ചെയ്തുണ്ടാക്കിയതാണ്? ഒന്നുമല്ല, എന്നെ പേരിട്ട് വിളിച്ചതാണ് ഫവാസ്. അതുപോലെ മാസും അത് എന്തിനു വിളിച്ചു അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആ പേരിട്ടത് എന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസും വെലോസിറ്റിയും വേറെ തോന്നിയ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി അല്ലല്ലോ നമ്മൾ എടുത്തിട്ട്. മാസും വെലോസിറ്റി എടുക്കാനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ, അപ്പോൾ കൈനറ്റിക് എനർജിയുമായിട്ട് കമ്പയർ ചെയ്യാമോ? കമ്പയർ ചെയ്യരുത്, ബട്ട് ദേ ആർ റിയലി ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അഗ്രീഡ്. കമ്പയർ ചെയ്യരുത്, കാരണം ഇത് വേറെ അത് വേറെ. അതിൻ്റെ യൂണിറ്റ് ജൂളാണ്, ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും ഒരിക്കലും ഈക്വൽ ആവൂല. അത് വേറെ ഇത് വേറെ. ബട്ട് റിലേറ്റഡ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജിയുമായിട്ട് കമ്പയർ ചെയ്യാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യരുത്, റിലേറ്റഡ് ആണ്. മൊമെൻറ്റം കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടാം, അതിൻ്റെ സാധ്യതയൊക്കെ ഉണ്ട്. വേറെയും ചില പ്രശ്നങ്ങൾ അതിലുണ്ട്, നമ്മൾ അതിലേക്കൊക്കെ വരും പിന്നെ. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ കടക്കുന്നു. ഇമ്പൾസ് കേട്ടിട്ടുണ്ടോ? ഇമ്പൾസ്. ഈ ക്വാണ്ടിറ്റി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അതോ ഇമ്പൾസ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ? വേഗം പറ. ഓ, കേട്ടിട്ടുണ്ടോ? യെസ്, ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. ഒരാൾ യെസ്സും ഒരാൾ നോയും പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ മൊമെൻറ്റം വെൻ ഒബ്ജക്ട് ഗെറ്റ്സ് എക്സ്റ്റേണൽ ഫോഴ്സ്. കറക്റ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുമ്പോൾ ഓക്കെ. കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. യെസ് എന്ന് പറയുന്നത് ബയോളജി അല്ല, പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ മൊമെൻറ്റം കറക്റ്റ് ആൻസർ ആണ്. ഓ, ആവേഗം എന്നാണ് ഈ പറഞ്ഞല്ലേ, ഹെൽപ്പർ പോയി. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ മലയാളം ശ്രദ്ധിച്ചോ. മലയാളം മീഡിയം സ്റ്റുഡൻസ്, മൊമെൻറ്റത്തിൻ്റെ മലയാളം ആക്കമാണ്. ആക്കം. ആവേഗം എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഇമ്പൾസിൻ്റെ മലയാളം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം,
സ്പീഡ് എന്ന് പറഞ്ഞാൽ ആവേഗം, മൊമെന്റം എന്ന് പറയുന്നത് ആക്കമാണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, ഇമ്പൾസ് പറയാൻ യൂസ് ചെയ്യാറുള്ള ഒരു ബോൾ ഇവിടെ വന്ന് ബാറ്റിൽ തട്ടിയിട്ട് ബോൾ ഇങ്ങോട്ട് പോയി. അപ്പോൾ വരുന്ന സമയത്ത് മാസ് ഉണ്ട്, അതിനൊരു വെലോസിറ്റി ഉണ്ട്. തിരിച്ച് പോകുമ്പോൾ അതിന് മാസ് ഉണ്ട്, അതിന് മറ്റൊരു വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് യു എന്നും ഫൈനൽ വെലോസിറ്റിനെ വി എന്നും കൊടുക്കാം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, കൊളീഷന് മുന്നേ, അതായത് ബാറ്റിൽ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേയും ശേഷവും മൊമെന്റം ഈക്വൽ ആണോ? മൊമെന്റം ഈക്വൽ ആണോ? What is the collision momentum before collision? Momentum before collision mu ആണ്. Momentum after initialum finalum എടുത്തു കഴിഞ്ഞാൽ it's mv. Okay. Impulses ന്യൂറോൺസിന്റെ ചാപ്റ്ററിൽ അല്ലേ? അതിന് നമ്മൾ സ്റ്റിമുലസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇമ്പൾസ് എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതല്ല ഏതായാലും ഇത്, അത് ബയോളജിയിലെ ഇമ്പൾസ്, ഇത് ഫിസിക്സിലെ ഇമ്പൾസ്. ദാറ്റ്സ് ഡിഫറെൻറ്റ്, ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ ഡിഫറൻസിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഇമ്പൾസ് ഈസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. നൗ സ്വാഭാവികമായിട്ടും നല്ല പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൊമെന്റത്തിൽ വെറുതെ ചേഞ്ച് വരില്ല. മൊമെന്റത്തിൽ വെറുതെ ചേഞ്ച് വരില്ല. കാരണം എന്താ? മൊമെന്റത്തിൽ ചേഞ്ച് വരണമെങ്കിൽ അത് മൂവ് ചെയ്യുന്ന, ഇപ്പോൾ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ മാസ് മാറുന്നില്ല, അപ്പോൾ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയിൽ മാറ്റം വരണ്ടേ? A body will continue in the state of rest or uniform motion unless an unbalanced external force acts on it. So if there is a change in momentum, that means അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കണം. എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഗുഡ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ആ മൊമെന്റത്തിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊമെന്റത്തിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാസിൻ്റെ വെലോസിറ്റി ആണ് മൊമെന്റം, അതിൽ തന്നെ ഉള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുക. ക്വസ്റ്റ്യൻ ചെയ്തോളൂ. A cricket ball of mass 500 gram is moving with the speed of 36 km per hour. It is reflected with the same speed. What is the impulse applied on it? ഒരു ക്രിക്കറ്റ് ബോൾ 500 gram, എത്ര സ്പീഡ്? 36 km per hour. അതിങ്ങനെ പോയിട്ട് ബാറ്റിലോ എവിടെയോ എന്തിലോ കൊണ്ടു, എന്നിട്ട് അത് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. എത്ര സ്പീഡിൽ? with the same speed, 36 km per hour. What is the impulse applied on it? മക്കളെ, നിങ്ങളെ പറ്റിക്കാൻ എന്തൊരു എളുപ്പാടോ. What is the momentum before? Initial momentum എത്ര? മാസ് 500 gram എന്ന് പറഞ്ഞാൽ 0.5 കിലോഗ്രാം. ഈ 36 km per hour എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡാ? 36 km per hour എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡാ? നോ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലല്ലോ എന്ന്. ശ്രദ്ധിക്കേ, ഇതെന്തുകൊണ്ട് റിഫ്ലക്ട് ചെയ്തു? വെറുതെ അങ്ങ് റിഫ്ലക്ട് ചെയ്യുമോ? ഇല്ലല്ലോ. അങ്ങോട്ട് പോയ സാധനം തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? there has to be a force. So 36 km per hour. ഗുഡ്. ഒരുപാട് പേര് 10 എന്ന ആൻസർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടിയത്. വെരി ഗുഡ്. അപ്പോൾ വാട്ട് ഈസ് എ മൊമെന്റം ബിഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഈസ് 0.5 × 10 വിച്ച് ഈസ് 5. യൂണിറ്റ് ഒന്നും ഞാൻ തൽക്കാലം എഴുതുന്നില്ല, അല്ലെങ്കിൽ 5 kg/m/s. ഇതാണ് ഇനീഷ്യൽ. വാട്ട് ഈസ് എ ഫൈനൽ മൊമെന്റം? അത് തിരിച്ച് ഇങ്ങോട്ട് 10-ലല്ലേ വന്നത്. സോ വാട്ട് ഈസ് എ ഫൈനൽ? 0.5 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 5 kg/m/s.
ഘനശ്യാമ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നല്ലേ എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. അങ്ങോട്ട് ഉള്ളത് തന്നെയല്ലേ ഇങ്ങോട്ടും ഉള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മറന്നു, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ. അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്കുള്ളത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഈസ് ദർ എ ചേഞ്ച് ഇൻ മൊമെന്റം? ഈസ് ദർ എ ചേഞ്ച് ഇൻ മൊമെന്റം? ദർ ഈസ് എ ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അതായത് -5 -5 which is -10 kilogram meter per second. And the correct answer is option B. ഒന്ന് നെഗറ്റീവ് മറ്റൊന്ന് പോസിറ്റീവ് ആണ്. അപ്പം നേരത്തെ ഓപ്ഷൻ എ പറഞ്ഞവരൊക്കെ ആരായടോ? ഓപ്ഷൻ എ പറഞ്ഞവരൊക്കെ ആരായി? എന്തിന് മക്കളെ? ക്വസ്റ്റ്യൻ, എന്തിനാണ് ആ ഓപ്ഷൻ എ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ആ ഓപ്ഷൻ എ 0 എന്തിനാ അവിടെ പ്ലേസ് ചെയ്തു? എന്തിനവിടെ പ്ലേസ് ചെയ്തു? നിങ്ങൾ അത് ആലോചിക്കണേ. നിങ്ങൾ അതും കൂടെ ചിന്തിക്കണം. എന്തിനവിടെ പ്ലേസ് ചെയ്തു? അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു 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 പോയിന്റും ഒന്നിനും നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അത്ര സിമ്പിളാണ്. കൺഫ്യൂഷൻ ആക്കിയതൊന്നുമില്ല ഇവിടെ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ. നിങ്ങളെ എന്താ പറയുക, കൺഫ്യൂഷൻ ആക്കി എന്ന് പറയരുത്. നിങ്ങളത് ചിന്തിച്ചിട്ടേ ഇല്ല. നിങ്ങൾ വേഗം പെട്ടെന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് തരാൻ ഉള്ള ഒരു പണിയാണത്. ഓക്കെ, അതുകൊണ്ടുകൂടിയാണ് പ്രത്യേകം സെയിം സ്പീഡ് എന്ന് പറഞ്ഞത്. ഡിഫറൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ കൂടുതൽ കഥ പറയുന്നില്ല. അതിൻ്റെ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? സ്കൂളിൽ സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ ഇറ്റ്സ് റിയലി സിമ്പിൾ. എന്താ സംഭവം? The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction of which the force acts. Okay, അതായത് ഫോഴ്സ് is the rate of change of momentum. അതിന് പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം. അതിനാണ് നമ്മൾ ΔP/ΔT എന്ന് പറയാം. ചേഞ്ച് ഇൻ മൊമെന്റം ΔP എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം, ΔT എന്ന് പറഞ്ഞാൽ ആ മൊമെന്റത്തിൽ ചേഞ്ച് വരാനെടുക്കുന്ന ടൈം ടേക്കൺ, എത്ര സമയം കൊണ്ടാണ് ആ ചേഞ്ച് വരുന്നത്. ഓക്കെ ഓക്കെ, നൗ ഇതാണ് സെക്കൻഡ് ലോ. ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്നതാണ്. നമ്മൾ സ്പീഡിൽ വരുന്നൊരു ബോൾ എങ്ങനെ ക്യാച്ച് ചെയ്യാം? സ്പീഡിൽ വരുന്നൊരു ബോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുകയാണോ ചെയ്യുക? അതല്ല, ബോൾ ഇതാ ഇങ്ങനെ ഒരു ആക്ഷനോട് കൂടി പിടിക്കുകയാണോ ചെയ്യാം? ദൂരം കൂട്ടുന്നു പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ആക്ച്വലി അവിടെ ഗ്ലൗസ് യൂസ് ചെയ്യും. ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വിക്കറ്റ് കീപ്പേഴ്സ് ബോൾ ക്യാച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതൊരിക്കലും സ്റ്റഡി ഹാൻഡ് അല്ല, സ്റ്റിൽ ആയിട്ടുള്ള ഹാൻഡ് അല്ല. വി മൂവ് ബാക്ക് ടു ഡിക്രീസ് ദ ഇമ്പാക്ട്. നൗ ഹാൻഡ് ബാക്കോട്ട് കൊണ്ടുപോകും. കറക്റ്റ്, സ്ലോലി മൂവിങ് ദ ഹാൻഡ് ബാക്ക്വേർഡ്സ്. സിമ്പിൾ, അതാണ് സംഭവം. അതായത് ബൈ ഇൻക്രീസിങ് ദ ടൈം, കറക്റ്റ്, ടൈം ഓഫ് ഇമ്പാക്ട്. അതായത് ദൂരം കൂടുന്നതിൻ്റെ കൂടെ ഈ ΔT കൂടുന്നതാണ്. അപ്പോൾ ΔT കൂടുമ്പോൾ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ΔP/ΔT. ഈ ΔT കൂടുമ്പോൾ അവിടെ നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കുറയും. എന്തായാലും മൊമെന്റം ചേഞ്ച് സെയിം ആണ്. കാരണം MV മൊമെന്റത്തിൽ വന്ന സാധനം അവസാനം അത് സ്റ്റോപ്പ് ആവണം. സോ മൊമെന്റം ചേഞ്ച് ഇസ് ദ സെയിം. സോ കൂടുതൽ ടൈം എടുക്കുമ്പോൾ കുറഞ്ഞ ഫോഴ്സെ നമ്മൾ ഇമ്പാക്റ്റ് കുറക്കുക. അത് തന്നെ, ആ ഇമ്പാക്റ്റിനെയാണ് നമ്മളിവിടെ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഫോഴ്സ് പ്രൊപ്പോർഷണാലിറ്റി. നൗ ഇത് വെറും പ്രൊപ്പോർഷണൽ മാത്രമല്ല, ഫോഴ്സ് എന്തുകൂടിയാണ്? ഈക്വൽ കൂടിയാണ് ΔP/ΔT. ഇതിനെ തന്നെ
ആ പ്രൊപ്പോർഷണാലിറ്റി അവിടുത്തെ കോൺസ്റ്റന്റ് 1 ആണ്. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി മൈനസ് എം യു. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. നൗ എഫ് ഈസ് ഈക്വൽ ടു എം കൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മാസ് മാറുന്നില്ല എങ്കിൽ വി മൈനസ് യു ബൈ ഡെൽറ്റ ടി. വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് അതാണ് എന്ത്, ആക്സിലറേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഫ് ഈക്വൽ ടു എം എ എന്നും എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇനി പെട്ടെന്ന് പടപടയാൻ നമുക്ക് പെട്ടെന്ന് തീർക്കണം കേട്ടോ. 8:30 ആയി, 1 hour ആയി. ഒരു 30 minutes കൊണ്ട് നമുക്ക് കണ്ടന്റ് പറയാനുള്ളത് പറഞ്ഞു തീർക്കണം. പിന്നെ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പുതുതായിട്ട് ജോയിൻ ചെയ്ത് സ്ഥിരമായിട്ട് വരാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ XandYയും യൂണിവേഴ്സലും കൂടെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം JEE ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം നമ്മളിപ്പോൾ ബ്രിഡ്ജ് കോഴ്സാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. April 22 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഷഫീർ സാറ്, അജ്മൽ സാറ്, ഞാൻ, അസീം, ഡോക്ടർ ഫസൽ റഹ്മാൻ പോലെയുള്ള, ലതിത മാം പോലെയുള്ളവരാണ് ക്ലാസ് എടുക്കുക. IITians NITiansഉം ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നതും ലീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആക്ച്വലി കോർഡിനേറ്റ് ചെയ്യുന്നത് ഷഫീർ സാറാണ്. അതിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും, മെൻറ്റേഴ്സ് XandY യൂണിവേഴ്സിറ്റിയൊക്കെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടാവും. അതിൻ്റെ ലൈവ് ക്ലാസിൻ്റെ ടൈം 720 hours ആണ് നമ്മൾ 1 year പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ 40 ടെസ്റ്റ് വരും. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ മന്ത്ലി എക്സാമുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മളെ, അതായത് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് നന്നായിട്ട് സബ്ജക്റ്റ് അറിയണം. അത് നമ്മുടെ നല്ല ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിന് സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും ഉണ്ടാവും. നന്നായിട്ട് എക്സാം എഴുതി പ്രാക്ടീസ് വേണം. അതിന് നമ്മൾ വീക്കിലിയും അതുപോലെ തന്നെ മന്ത്ലിയും എക്സാമുകൾ നടത്തും. ഇനി കോഴ്സിൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന April 1 മുതൽ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്ത് June 2026 വരെയാണ് നമ്മുടെ ഡ്യൂറേഷൻ. അതിൽ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്, പിന്നെ +1 ഉണ്ട്, +2 ഉണ്ട്. അവസാനം ഒരു November 2025 മുതൽ റിവിഷനും മോക്ക് ടെസ്റ്റുകളുമാണ് നടക്കുക. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഏർലി ബേർഡ് ഓഫർ അത് കംപ്ലീറ്റ് ആയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഇതാണ് കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇത് നിങ്ങൾ ബാക്കിയുള്ള ഓൺലൈനായിട്ട് ഈ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നതുവരായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഫീ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറുകളിലൊക്കെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കിത് ഈ നമ്പറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ലൈവ് കഴിഞ്ഞ ശേഷം റെക്കോർഡഡ് വീഡിയോ നോക്കിയിട്ട് അതിൽ നിന്ന് എടുക്കാം. ഇനി ഇത് JEE അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ, നീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ XandY ആയിട്ടല്ല, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അതിൽ പബ്ലിക് സ്കൂൾ പ്രോഗ്രാമുകളുണ്ട്, ഓഫ്ലൈൻ ആയിട്ടുള്ള ട്യൂഷൻ ബാച്ചുകളുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള നീറ്റ് കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ടുണ്ട് 1000 kg, ആക്സിലറേറ്റഡ് യൂണിഫോംലി ഫ്രം എ വെലോസിറ്റി ഓഫ് 7 meter per second. സോ ഇനീഷ്യൽ വെലോസിറ്റി 7 meter per second. ഫൈനൽ വെലോസിറ്റി to 10 meter per second. ടൈം ടേക്കൺ 12 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മൊമെന്റം ഓഫ് ദ ഒബ്ജക്റ്റ്. സോ വാട്ട് ഇസ് ദ ഇനീഷ്യൽ മൊമെന്റം? mu. എത്രയാത്? 1000 into 7, which is 7000 kilogram meter per second. What is the final momentum? mv. 1000 into 10, which is 10,000 kilogram meter per second. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Also find the magnitude of force. Force is equal to delta p divided by delta t. അതായത് mv minus mu divided by time taken. 3000 divided by 12. So 3 and 12 cut ചെയ്താൽ 4,000 by 4. 3 by 12, 1 by 4. Yes, 250 and the unit is Newton. Correct അല്ലേ? ഫൈനൽ മൊമെന്റം 1000 പോരാട്ടോ, 1000 into 10. Newton is the right answer. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോരാ, കൃത്യമായിട്ട് പുള്ളി തെറ്റാതെ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. അല്ല സോറി, ഇത് വേറെ ക്വസ്റ്റ്യനാ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് ചെയ്യേ. കാർ ഓഫ് 1000 kilogram മൂവിങ് വിത്ത് ദ വെലോസിറ്റി. മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അക്രോസ് എ സ്ലിപ്പറി റോഡ് അപ്ലൈസ് ഇറ്റ്സ് ബ്രേക്സ് ആൻഡ് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 150 meter. അതായത് ഒരു കാറ്
അത് പോയിക്കൊണ്ടിരുന്ന സ്പീഡ് എത്ര? 30 മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ മാസ് ഒക്കെ തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം. അത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് അവസാനം അതിൻ്റെ സ്പീഡ് എന്തായി? കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വെലോസിറ്റി എന്തായടാ? 0. ഓക്കെ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ഓഫ് ദ കാർ ആൻഡ് ദ റോഡ്? എത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? എൻ്റെ ക്വസ്റ്റ്യൻ, ഈ കാർ എങ്ങനെ സ്റ്റോപ്പായി? ഇതിനൊരു വെലോസിറ്റി ഉണ്ടായിരുന്നല്ലോ. വെലോസിറ്റിയിൽ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? വെലോസിറ്റിയിൽ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? അത്രേ ഉള്ളൂ. വെലോസിറ്റിയിൽ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഫോഴ്സ്. ഇവിടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി സർഫസും ടയറും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ ഏതാ ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റാരുമല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? F is equal to ma. ദിസ് ഈസ്, വേറൊരു കാര്യം തന്നിട്ടുണ്ട്. 150 മീറ്റർ ദൂരം പോയിട്ടാണ് വന്നത്, സ്റ്റോപ്പ് ആയത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം മാസ് നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് ഇസ് ആക്സിലറേഷൻ? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്, മാസ് ഉണ്ട്. ഇവിടെയും ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, മാസ്. വ്യത്യാസം എന്താ? വ്യത്യാസം എന്താ? ഇവിടെ ടൈം തന്നിട്ടില്ല, പകരം ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ചെയ്യേണ്ടത്, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓർമ്മയുണ്ടോ? ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓർമ്മയുണ്ടോ? v² = u² + 2as അപ്ലൈ ചെയ്താൽ, v² = u² + 2as അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി 0 സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് 150. അതായത് -900 is equal to 300a. That means a is equal to -3 meter per second square. So നമ്മൾ മറ്റൊരു വഴിക്ക് എന്ത് കണ്ടുപിടിച്ചു? ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. സോ വാട്ട് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്? മാസ് 1000, ആക്സിലറേഷൻ -3. ദിസ് ഈസ് -3000 ന്യൂട്ടൺ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടില്ല? സോ വാട്ട്സ് ദ ഡിഫറൻസ്? എന്താ സംഭവം? വിഷയം എന്താ? ഈ മൈനസിന്റെ കാരണം എന്താടാ? ആ മൈനസ് എവിടെ നിന്ന് വന്നു? എന്തുകൊണ്ട് സംഭവിച്ചു? റിട്ടാർഡേഷൻ ആണ്. അഥവാ വെലോസിറ്റി എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ്. ദാറ്റ്സ് ഓബ്വിയസ്. കാരണം ഫ്രിക്ഷൻ അല്ലേ. എങ്ങോട്ടാണോ പോകണം അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ -3000 ന്യൂട്ടൺ എന്നുള്ളത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് സംഭവിച്ചാണ്. അത് ഒബ്വിയസ് ആണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി. ആ മൈനസ് അതിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വെലോസിറ്റി അങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ്, അതിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 3000. ക്ലിയർ? ഓക്കെ. സോ JEE സ്റ്റുഡൻറ്റ് ഇൻട്രോവേർട്ട് ആയിരിക്കണോ എക്സ്ട്രോവേർട്ട് ആയിരിക്കണം? വാട്ട് യു തിങ്ക് അബൌട്ട് മീ? ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടാണോ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇൻട്രോവേർട്ട് ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്, എക്സ്ട്രോവേർട്ട് ആയിട്ടാണോ തോന്നുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ നമ്മുടെ ടൈം കഴിയട്ടെ, 9 മണി ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കണ്ടന്റ് ഇപ്പോൾ 35-23 പേജ് ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇമാതിരി ചോദ്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ അരമണിക്കൂർ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. A body of mass 2 kg moving on a horizontal surface
with an initial velocity of 4 meters per second comes to rest after 2 seconds. If one wants to keep this body moving on the same surface with a velocity of 4 meters per second, the force required is. ചോദ്യം മനസ്സിലായോ? ജെ സ്റ്റുഡൻറ്റ് ഞാനൊരു എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ ഡെഫിനറ്റ്ലി ക്ലാസ് എടുക്കൽ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. I myself consider to be in between. Ultra extrovert ഞാനോ? അയ്യോ. ഓക്കെ, ഒരിക്കലും ജെ ആസ്പിറൻ്റ് എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ളതിലൊന്നും വലിയ കാര്യമില്ല ആക്ച്വലി. ഓക്കെ, നമ്മൾ സമയം ടൈം ഫോക്കസ്ഡ് ആയിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ളത് അതൊരു വലിയ ഡീലൊന്നുമല്ല. പഠിക്കുന്നതിൽ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ഒന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഇൻട്രോവേർട്ട്സ് ആണെങ്കിലും കുറച്ചൊക്കെ ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകൾ, അത് കോളേജിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും ഒക്കെ കുറച്ച് പേര്, ഒരുപാട് വലിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക എന്നത് എത്രത്തോളം അത് നമ്മളെ ബാധിക്കുന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അത്ര വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളൊന്നുമല്ല. അത് വിട്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ബോഡി ഓഫ് മാസ് 2 kg. ഇല്ല മക്കളെ, സോഷ്യൽ കോണ്ടാക്ട് അങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതല്ല. സോഷ്യൽ കോണ്ടാക്ട്, അതായത് ഒരു പിയർ ഗ്രൂപ്പ് എപ്പോഴും ഒരു എന്താ പറയുക, നമ്മളുടെ നമ്മളോട് കോമ്പീറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും, നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവരും ആവണം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാവണം. തിരിച്ചും നമ്മൾ അവരെടുത്തും കോമ്പീറ്റ് ചെയ്യണം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ഈ തരത്തിലുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഒരു ജെ ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോഴേ നമ്മുടെ ലെവൽ മുകളിലേക്ക് കയറുകയുള്ളൂ. ആൻസറുകൾ വന്നിട്ടുണ്ട്. -4 ന്യൂട്ടനും പറഞ്ഞിട്ടുണ്ട്, 4 ന്യൂട്ടനും പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് നോക്കാം. ബോഡി ഓഫ് മാസ് 2 kg മൂവിങ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 4 meters per second കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ 2 seconds. എന്തുകൊണ്ട്? ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ മൂവ് ചെയ്യുകയായിരുന്നു. 2 kilogram ആണ്, അതിൻ്റെ വെലോസിറ്റി 4 meters per second. അതങ്ങനെ പോയി അത് റെസ്റ്റായി. എത്ര സമയം കൊണ്ട്? ഇൻ t = 2 seconds. എന്തുകൊണ്ടത് സ്റ്റോപ്പായി? എന്തുകൊണ്ട് അത് സ്റ്റോപ്പായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദ ആൻസർ ഈസ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാ? നമുക്ക് എന്ത് കൊടുക്കാം? ΔP/ΔT. ഫൈനൽ മൊമെന്റം റെസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 അല്ലേ? ഫൈനൽ മൊമെന്റം 0. ഇനീഷ്യൽ മൊമെന്റം 2 × 4 divided by time taken 2. So this is -8/2 which is -4 Newton. ഓക്കെ, ആ മൈനസിന്റെ അർത്ഥം അറിയാലോ. ആ മൈനസിന്റെ അർത്ഥം എന്താ? എന്തുകൊണ്ടത് -4 കിട്ടി? നമുക്ക് ഫ്രിക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. എന്തുകൊണ്ട് നമുക്ക് -4 കിട്ടി? ദാറ്റ് ഈസ് ഫ്രിക്ഷൻ. ഇറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്താൽ മതിയില്ലേ? കറക്റ്റ്. അതെ. അപ്പം നമ്മളടുത്ത് ഇനി ചോദിക്കുന്നത്, ഈ വൺ വാണ്ട്സ് ടു കീപ് ദിസ് ബോഡി മൂവിങ് ഓൺ ദ സെയിം സർഫസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 4 meters per second. ആ സർഫസിൽ ഈ ബോഡിയെ അങ്ങനെ അതേ സ്പീഡിൽ കൊണ്ടുപോകണമെങ്കിൽ 2 kg. ഒബ്വിയസ്ലി ഫ്രിക്ഷൻ എത്ര ഉണ്ടാവും? ഫ്രിക്ഷൻ 4 ന്യൂട്ടൺ ലെഫ്റ്റിലേക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റിലേക്ക് അതിനെ ബാലൻസ്ഡ് ഫോഴ്സ് ആക്കിയാൽ വെലോസിറ്റി എന്തായിക്കോളും? വെലോസിറ്റി എന്തായിക്കോളും? കോൺസ്റ്റന്റ് ആയിക്കോളും. അപ്പോൾ ആ ഫോഴ്സ് ബാലൻസ്ഡ് ആവണമെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ്, ഓർ നമുക്ക് ഇങ്ങനെയും പറയാം, നെറ്റ് ഫോഴ്സ് എന്താക്കണം? 0 ആക്കണം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എത്രയാ? 4 ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ആൻസർ. Okay, everybody doing party and firecrackers and enjoying, meanwhile me studying hard. Yeah, of course. അങ്ങനെയൊക്കെ പഠിച്ചാലേ ഇത് ശരിയാവുള്ളൂ. ഓക്കെ, നമ്മൾ പറയാറുള്ളത് യു ക്യാൻ എൻജോയ് ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ നമ്മൾ നല്ലൊരു
ഒരു IIT NIT ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിഷു അല്ല കേട്ടോ. അപ്പോൾ IITയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിഷു അല്ല, ദീപാവലി ഒരു ഭയങ്കരമായ ആഘോഷമാണ്. ഞാൻ വിഷുവിൻ്റെ ഫയർ ക്രാക്കേഴ്സും മറ്റു സംഭവങ്ങളും പറയുമ്പോൾ അതുപോലെയുള്ള ഒരു കേരളത്തിൽ നിന്ന് പുറത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉള്ള യമണ്ടൻ ആഘോഷമാണ് ആക്ച്വലി ദീപാവലി. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അതിന് മാത്രം ക്രാക്കേഴ്സ് എസ്പെഷ്യലി ദീപാവലി ഉണ്ടാവുക ഒരു ഒക്ടോബർ സമയത്താണ്. ആ സമയം ഞാൻ മദ്രാസ് IITയിൽ പഠിക്കുന്ന സമയത്ത് ഒക്ടോബർ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ചെന്നൈയിൽ കുറച്ച് ചൂട് കുറഞ്ഞു വരുന്ന സമയമാണ്. ഈവനിങ്സിൽ ദീപാവലിൻ്റെ അന്നും തലേന്നും പിറ്റേന്നുമുള്ള ഈവനിങ്സിൽ വൈകുന്നേരമാകുമ്പോൾ ക്യാമ്പസിൽ ഈ തണുപ്പും കൂടാതെ ഫയർ ക്രാക്കേഴ്സിൻ്റെ പുകയും കൂടെ കൂടിയിട്ട് നമ്മൾ ഫോഗ് പറയൂലേ, ഫോഗ് എന്നൊക്കെ പറയുന്ന കണ്ണ് കാണാത്തത്ര തിക്കായിട്ടുള്ള സ്മോഗൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാത്ത അത്രയും തിക്ക്. അതിന് കാരണം അപ്പോൾ അത്രയും വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും, അവസരം കിട്ടും എന്ന് പറയാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എഫേർട്ട് വെറുതെ ഒന്നും ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ആൻസർ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം ഫ്രിക്ഷൻ 4 ന്യൂട്ടൺ ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു 4 ന്യൂട്ടൺ കൂടെ കൊടുത്താൽ നെറ്റ് ഫോഴ്സ് 0 ആകും. ദ ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ, അഥവാ നെറ്റ് ഫോഴ്സ് ബാലൻസ്ഡ് ആകും. അപ്പോൾ ആൻസർ B, 4 ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്ടൺസ് തേർഡ് ലോ. To every action there is an equal and opposite reaction. ഈ ലോസ് ഓഫ് മോഷനിലെ മൂന്നാമത്തത്, തേർഡ് ലോ ഓഫ് മോഷൻ, ഇത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എല്ലാവരും വേണ്ടിടത്തും വേണ്ടാത്തിടത്തൊക്കെ ആവശ്യത്തിലധികം ഉപയോഗിച്ച് കൊളമാക്കിയ ഒരു ലോ ആണിത്. എൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ആക്ഷൻ? ഇതെന്താണ് സാധനം? എന്താണ് ഒരു ആക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ ഒരുപാട് ആൻസറുകൾ വരുന്നുണ്ട്. മൂവ്മെന്റ്, വേറെ ആൻസർ ഉണ്ടോ? ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ്മെന്റ് ആണ്. ഫോഴ്സ്, ഈസിയസ്റ്റ് ലോ. അത് ഈ ലോനെ പറ്റി നിങ്ങൾക്ക് വലിയൊരു പിടുത്തമില്ലാത്തതുകൊണ്ടാ. തോണി ആക്ഷൻ ആണെന്നാ എന്താ പറയുന്നത്? ഫോഴ്സ് ആണ്. വാട്ട് ഈസ് ആൻ ആക്ഷൻ? നിങ്ങൾക്ക് ഈ ലോ അറിയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഇതിൽ ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Now, ശ്രദ്ധിക്കണേ, മതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പലരും പല ആൻസറുകൾ വരാറുണ്ട്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന മൊമെൻ്റമാണ്, മൂവ്മെൻ്റ് ആണ്, വെലോസിറ്റി ആണ്, എനർജി ആണ്, ഫോഴ്സ് ആണ്, ഇമ്പൾസ് ആണ് എന്നൊക്കെ പലരും പറയും. തിരിച്ച് മേക്കിംഗ് ചേഞ്ച് ഇൻ എനിത്തിങ് പൊസിഷൻ, ഇത് ഇങ്ങനത്തെ പല പല ആൻസറുകൾ വരും. ശ്രദ്ധിച്ചേ, ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് ഈ ലോയിലെ ഈ സ്റ്റേറ്റ്മെന്റ് അത് ആളുകൾ യൂസ് ചെയ്ത് വൃത്തികേടാക്കിയതാണ്. അതാ പ്രശ്നം. ടു എവറി ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഇത് ഫോഴ്സ് ആണ്. ഫോഴ്സ് അല്ലാത്തതൊന്നും അവിടെ വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് ഓൺലി ഫോഴ്സ്. വർക്ക് കണ്ടോ, ആൻസറുകൾ പല പല ആൻസറുകൾ വരുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി ഫോഴ്സ്. ഫോർ എവറി ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ആ ഫോഴ്സിനെ ഒന്ന് അങ്ങോട്ടുള്ളതിനെ നമ്മൾ ആക്ഷൻ എന്നും തിരിച്ച് ഇങ്ങോട്ടുള്ളതിനെ റിയാക്ഷൻ എന്നും പറയും. നൗ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത് ആരോ അതിൻ്റെ ഇടയിൽ കൂടെ ഗൺ ഫയറിങ് എക്സാമ്പിൾ, ഗുഡ് സയൻ പറഞ്ഞിട്ടുണ്ട്, ഗൺ ഫയർ ചെയ്യുന്ന എക്സാമ്പിൾ. ഒരു ഗണ്ണിൽ നിന്ന് അതിനകത്തിരിക്കുന്ന ഒരു ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ, ഫയർ ചെയ്യുമ്പോൾ ഗൺ എങ്ങോട്ട് പോകും? പുറകിലേക്ക് പോകും.
ഈ പുറകിലേക്കുള്ള ഈ പോക്കിനെയാണ് നമ്മൾ റീകോയിൽ എന്നൊക്കെ വിളിക്കുക. റീകോയിൽ ഓഫ് ഗൺ എന്നൊക്കെയാണ് പറയാം. റീകോയിൽ ഓഫ് ഗൺ. ഓക്കെ, ഇനി ഇതേ എഫക്റ്റ് അവിടെ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നിങ്ങൾക്ക് ആക്ഷൻ റിയാക്ഷൻ തോണിയിൽ ബോട്ടിലൊക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഈ എഫക്റ്റ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, തോണിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ഇങ്ങോട്ടായുമ്പോൾ, നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ തോണി പുറകിലേക്ക് പോകും. അപ്പം അത് തോണി നമ്മൾ ബുള്ളറ്റും തോണി ഗണ്ണുമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തോണി പുറകിലേക്ക് പോകും. വൈ ഡസ് ദിസ് ഹാപ്പൻ? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. ഇതിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ഫോഴ്സസ് ഒക്കർ ആസ് എ പെയർ. ഫോഴ്സ് എപ്പോഴും പെയർ ആയിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയും നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോനെ പറയാൻ പറ്റും. ഫോഴ്സ് എപ്പോഴും പെയർ ആയിട്ടാണ് ഉണ്ടാവുക. രണ്ട് ഫോഴ്സ് ഉണ്ടാവും, ഒന്നല്ല. എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു അടുത്ത പേജിൽ എന്താണ്, ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, വലിയൊരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ചെറിയ ഒബ്ജക്റ്റ്. നമ്മൾ ഈ കാണുന്ന ചെറിയ ഒബ്ജക്റ്റിനെ ഒരു v വെലോസിറ്റിയിൽ വലിയ ഒബ്ജക്റ്റിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ഇത് ചെന്നിടിച്ച് റീബൗണ്ട് ചെയ്യും. ഈ വലിയ ഒബ്ജക്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇത് ഒബ്ജക്റ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ റൈറ്റിലേക്ക് വലിയ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവിടെ ആരുടെ വെലോസിറ്റിയാണ് മാറിയത്? ചെന്ന് ഇടിക്കുമ്പോൾ ആരുടെ വെലോസിറ്റി സ്മോൾ ഒബ്ജക്റ്റ് റിഫ്ലക്ട് ചെയ്യും. വലിയ ഒബ്ജക്റ്റ് വലിയ സ്പീഡിലൊന്നുമില്ല, ചെറുതായിട്ട് മുന്നോട്ട് പോകും. ആരുടെ വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്തത്? ചെറുതിൻ്റെ ആണോ വലുതിൻ്റെ ആണോ? ഏത് ഒബ്ജക്റ്റിനാണ് മൊമെന്റം ചേഞ്ച് വന്നത്? രണ്ടിനും സംഭവിച്ചില്ലേ? ചെറിയ ഒബ്ജക്റ്റിനും വെലോസിറ്റി, വെലോസിറ്റി ഇനിയിപ്പം ഈവൻ സെയിം സ്പീഡ് ആണെങ്കിലും റിഫ്ലക്ട് ചെയ്താൽ വെലോസിറ്റി v - v ആവൂടാ. ഇത് -v ആയില്ലേ? അപ്പോഴും ചേഞ്ച് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് പ്രശ്നമല്ല. കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്, അത് പോട്ടെ. എൻ്റെ ചോദ്യം, ഇതിൽ ഈ ആരുടെ മൊമെന്റം ചേഞ്ച് ചെയ്തു? ചെറിയ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഓപ്പോസിറ്റ് ആയപ്പോൾ മൊമെന്റം ചേഞ്ച് ചെയ്തോ? വലിയ ഒബ്ജക്റ്റ് അവിടുന്ന് ചെറുതായിട്ട് ഇളകാൻ തുടങ്ങിയപ്പോൾ മൊമെന്റം ചേഞ്ച് ചെയ്തോ? ചെയ്തില്ലേ? അതിന്റെ അർത്ഥം ഇതിൽ ഏത് ഒബ്ജക്റ്റിന്റെ മുകളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്? ഇതിൽ ചെറുതിന്റെ മുകളിലാണോ വലുതിന്റെ മുകളിലാണോ ഫോഴ്സ് ആക്ട് ചെയ്തത്? ചെറുതിന് മൊമെന്റം ചേഞ്ച് ചെയ്താൽ അതിലും ഫോഴ്സ് ഉണ്ട്, വലുതിന് മൊമെന്റം ചെയ്താൽ അതിലും ഫോഴ്സ് ഉണ്ട്. അഥവാ ചെറുത് ചെന്ന് ഇടിക്കുമ്പോൾ ചെറിയ ഒബ്ജക്റ്റ് വലിയ ഒബ്ജക്റ്റിൽ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും, വലിയ ഒബ്ജക്റ്റ് ചെറിയ ഒബ്ജക്റ്റിൽ തിരിച്ച് ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കും. ചെറിയ ആൾ ചെന്ന് അങ്ങോട്ട് ഇടിക്കുമ്പോൾ അതിന്റെ മൊമെന്റം ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു. ആ കാരണം കൊണ്ട് ഇത് ഇങ്ങോട്ട് റീബൗണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വെലോസിറ്റിയിൽ മാറ്റം വന്നാൽ അത് ഇങ്ങോട്ടും ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ബോത്ത് ഗെറ്റ്സ് ഫോഴ്സ് അല്ല, അറ്റ് ദ ടൈം ഓഫ് കൊളീഷൻ. ഇതിൽ ഏതാ ആദ്യം സംഭവിച്ചത്? ഇതിൽ അങ്ങോട്ടുള്ളതിനെ നമുക്ക് ആക്ഷൻ എന്നും തിരിച്ച് ഇങ്ങോട്ടുള്ളതിനെ റിയാക്ഷൻ എന്നും വിളിക്കാം. ഇതിലേതാണ് ഫസ്റ്റ്? നമ്മൾ 9 മണി ആവാറായി. ഇതിലേതാണ് ഫസ്റ്റ്? വൺസ് അഗെയിൻ അംന ഷഹനാസിന്റെ ആൻസർ ആണ് ആക്ച്വലി കറക്റ്റ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആ മനസ്സിലുള്ള ആക്ഷൻ കഴിഞ്ഞിട്ടല്ലേ റിയാക്ഷൻ ഉണ്ടാവുക? അല്ല, ഇത് അങ്ങനെ ഒരു സംഭവം അല്ല. ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ സെയിം ടൈം, സൈമൾട്ടേനിയസ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക. അപ്പൊ ഇത് ഈ ആക്ഷൻ റിയാക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടാ. ഇതിൽ ഏത് ഫോഴ്സ് ആണ് ആദ്യം സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിൽ ഏത് ഫോഴ്സ് ആണ് ആദ്യം? ചെറുത് വലുത് കൊടുത്താണോ വലുത് ചെറുത് കൊടുത്താണോ?
ഇതിൽ ഏത് ഫോഴ്സ് ആണ് ആദ്യം? ചെറുത് വലിയ ഒബ്ജക്റ്റിൽ കൊടുത്താണോ വലുത് ചെറിയ ഒബ്ജക്റ്റിൽ കൊടുത്താണോ എന്ന് ചോദിച്ചാൽ പ്രോബബിളി നിങ്ങളുടെ ആൻസർ ഒക്കെ എന്തായിരിക്കും? സെയിം ടൈംസ് അല്ലെങ്കിൽ നമ്മൾ പറയും സൈമൾട്ടേനിയസ്, ഒരേ സമയം. ഓക്കെ, ആക്ഷൻ കഴിഞ്ഞിട്ട് റിയാക്ഷൻ അല്ല, ആക്ഷൻ റിയാക്ഷൻ ഒന്നിച്ച് നടക്കുക. ഇതിലേതാ ആക്ഷൻ? ഇതിലേതാണ് ആക്ഷൻ? ഇതിലേതാണ് ആക്ഷൻ? വൺസ് അഗെയിൻ സ്റ്റിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതിൽ ഏതാണ് ആക്ഷൻ? അതിനും ആക്ച്വലി പ്രസക്തി ഇല്ല. നിങ്ങൾ ചെറുതിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ചെറുതിൻ്റെ ഏതാണ് ആക്ഷൻ എന്നുള്ളതിന് വെലോസിറ്റി എന്നൊന്നും മറുപടി പറയില്ല. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഞാൻ ചോദിക്കുന്നത് ചെറുത് വലുതിൽ കൊടുത്താണോ വലുത് ചെറുത് കൊടുത്താണോ ആക്ഷൻ എന്നുള്ളത്. ചെറുതിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇടിച്ചതാണ് ആക്ഷൻ, തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയത് റിയാക്ഷൻ. ഇനി വലുതിൻ്റെ പെർസ്പെക്റ്റീവ്, വലുത് ഇങ്ങനെ നിൽക്കുക, വലുതിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനത്തിന് ഞാൻ പിടിച്ച് നിർത്തിയതാണ് ആക്ഷൻ, അത് ഇങ്ങോട്ട് കയ്യിൽ തന്നിട്ട് പോയത് റിയാക്ഷൻ. അപ്പൊ ആക്ഷൻ ഏതാണ് റിയാക്ഷൻ ഏതാണെന്നുള്ളത് പ്രസക്തമല്ല. ഇവിടെയാണ് ഈ ഒരു ന്യൂട്ടൺസ് തേർഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പലപ്പോഴും വിയോജിപ്പുണ്ട്. കാരണം ഇത് പല സ്ഥലങ്ങളിൽ പല ആളുകൾ പല മീനിങ്ങിൽ ഉപയോഗിച്ച് ആകെ വൃത്തികേടാക്കാൻ ഒരു കാരണം അവിടെ ഉപയോഗിച്ച വാക്ക് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്നുള്ളതാണ്. അങ്ങനെ അല്ലായിരുന്നു അവിടെ. എൻ്റെ സിമ്പിൾ ഒപ്പീനിയൻ ആണ് കേട്ടോ. ശരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത് ഫോർ എവറി ഫോഴ്സ് ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഫോർ എവറി ഫോഴ്സ് ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ബിക്കോസ് ഫോഴ്സസ് ഒക്കർ ആസ് എ പെയർ. ഫോഴ്സസ് എപ്പോഴും ഒരു പെയർ ആയിട്ടാണ് ഒക്കർ ചെയ്യുക. പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫോഴ്സ് രണ്ടും ഫോഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സിന് മറ്റൊന്നിനെക്കാളും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ആക്ഷൻ അത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ അങ്ങനെയൊന്നുമില്ല. ഒരു ഫോഴ്സ് മറ്റേ ഫോഴ്സ് രണ്ടും ഒപ്പം. ഇതിൽ ഏത് ഫോഴ്സ് പ്രസക്തമായത് അങ്ങനെയില്ല. ആക്ഷനും റിയാക്ഷനും ഒരേ പ്രസക്തിയാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയേണ്ടത് ഞാൻ ഈ പറഞ്ഞ സാധനമാണ്. ഫോർ എവറി ഫോഴ്സ് ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. കപ്പിൾ ഈസ് ഡിഫറെന്റ്. കപ്പിൾ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളെ നമ്മൾ കപ്പിൾ എന്ന് വിളിക്കാറുണ്ട്. അത് ഇവിടെ അല്ല, നമ്മൾ അതിലേക്ക് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് പോയിന്റ്. നൗ ക്വസ്റ്റ്യൻ വേഗം ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. പെട്ടെന്ന് നമുക്കത് ഫിനിഷ് ചെയ്യണം. 9 മണി ആയില്ലേ? A 60 kg man pushes 40 kg man with a force of 60 Newton. With what force does the 40 kg man pushes the 60 kg man? ഞാൻ പറ. ആൻസർ ഈസ് റിയലി സിമ്പിൾ. അങ്ങോട്ട് 60 ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് 60. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? റെസ്പോൺസ് ഒന്ന് ലാഗ് ചെയ്തല്ലോ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇറ്റ്സ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നറിയോ? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ external force in the equation delta P by delta T. Newton's second law നമ്മൾ പറയുന്നതാണ്. Now if external force is equal to 0, അതിന്റെ അർത്ഥം എന്താ? delta P by delta T is equal to 0. That means delta P is equal to 0. എന്താണ് delta P? Sorry, delta P is equal to 0.
എന്താണ് ഡെൽറ്റ പി? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. പി ഈക്വൽ ടു ടി എന്നൊന്നും പറയല്ലടാ. ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം മൊമെന്റത്തിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. മൊമെന്റം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നൗ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചില 1-2 കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. If soldiers had the options to use guns of different weights, but the bullets used are of a fixed weight, what would they prefer and why? ഇത് റീകോയിൽ ഓഫ് ഗണ്ണുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബുള്ളറ്റിന്റെ മാസ് എം, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ബുള്ളറ്റ് റൈറ്റിലേക്ക് പോകുന്ന വെലോസിറ്റി സ്മോൾ വി, അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണ്ണ് പുറകിലേക്ക് റീകോയിൽ ചെയ്യുന്ന വെലോസിറ്റി ക്യാപിറ്റൽ വി. ഇനി ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ ആൻസർ എന്ത് പറഞ്ഞത്? ഹെവി ഗൺസ് ബിക്കോസ് ദേ ഹാവ് ലെസ് റീകോയിൽ. കറക്റ്റ് ആൻസർ ആണ്. ഗുഡ്, വെരി ഗുഡ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ഇപ്പം ഗണ്ണും പിടിച്ചിരിക്കുന്ന ആളും എല്ലാം കൂടെ എടുത്തോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഗണ്ണ് മാത്രമല്ല, ഗണ്ണ് ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ഞാനും ഗണ്ണും ഓക്കെ. അത് ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നുമില്ല, മൊത്തം സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. ഫയർ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണലായി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ട്രിഗർ കാരണം ഇൻറ്റേർണലായി നടക്കുന്ന ഒരു സംഭവമാണ്. ആ കാരണം കൊണ്ട് ഒരു ബുള്ളറ്റ് അങ്ങോട്ട് പോയാൽ, if there is no external force, മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ മൊമെന്റം എന്തായിരുന്നു ആദ്യം? ഇനീഷ്യലി മൊമെന്റം എന്തായിരുന്നു? ഇനീഷ്യലി ഇത് നമ്മൾ ഫയർ ചെയ്യുന്നതിന്റെ മുന്നേ, ദാറ്റ്സ് വൈ യു ഡോണ്ട് റീകോയിൽ ആൻഡ് യൂസിങ് എ മെഷീൻ ഗൺ കൈൻഡ് ഓഫ്. ആൻഡ് ആ മെഷീൻ ഗൺ നല്ല പൊസിഷനിൽ ഫിക്സ് ചെയ്തിട്ടും കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിലും റീകോയിൽ ഉണ്ടാവും. ഓക്കെ, വാട്ട് ഈസ് ദ മൊമെന്റം ബിഫോർ ഫയറിങ്? ഈ ഗണ്ണും ബുള്ളറ്റും ഒക്കെ റെസ്റ്റിലല്ലേ. വാട്ട് ഈസ് ദ മൊമെന്റം ആഫ്റ്റർ? മൊമെന്റം ആഫ്റ്റർ എത്രയാ? ബുള്ളറ്റിന്റെ മൊമെന്റം എം വി റൈറ്റിലേക്ക് പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം ക്യാപിറ്റൽ എം വി ലെഫ്റ്റിലേക്ക്. മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും ഈക്വൽ ആവണം. അതായത് 0 ഈസ് ഈക്വൽ ടു എം വി മൈനസ് ക്യാപിറ്റൽ എം വി. അതായത് ക്യാപിറ്റൽ എം വി ഈസ് ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു സ്മോൾ വി. റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു വി, ഇൻറ്റു സ്മോൾ വി. ഇതാണ് റീകോയിൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ബുള്ളറ്റിന്റെ മാസ് സെയിം ആണ്, എന്ന് വെച്ചാൽ സ്മോൾ എം മാറ്റമില്ല. നമ്മൾ ഫയർ ചെയ്യുന്ന വെലോസിറ്റി സെയിം ആണെങ്കിൽ ക്യാപിറ്റൽ എം കൂടിയാൽ റീകോയിൽ വെലോസിറ്റി കുറയും. അപ്പൊ ഹെവി ഗണ്ണാണെങ്കിൽ റീകോയിൽ വെലോസിറ്റി കുറയും. അതുകൊണ്ടാണ് എന്ത് പ്രിഫർ ചെയ്യുന്നത്? ഹെവി ഗൺസ് ആണ്, ബിക്കോസ് ദേ ഹാവ് ലെസ് റീകോയിൽ. അപ്പോൾ അത് പുറകിലേക്ക് തള്ളുന്നത് അത് ചെറിയൊരു വെലോസിറ്റിയിലേ തള്ളുകയുള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഇതും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചില 1-2 ഐഡിയാസ് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിവേ, a child of mass 33 kg running on a horizontal surface with a velocity of 6 meters per second jumps on a stationary skating board of mass 3 kg. If there is no force acting horizontally, calculate the velocity of the combined system of child and the skating board. ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി ഓടി വന്നിട്ട് എത്ര മാസ്?
33 kilogram. Running on a horizontal surface with velocity 6 meter per second. Skating board of mass 3 kilogram. Skating board എന്തിലാണ്? ഫസ്റ്റിലാണ്. ഓടി വന്നിട്ട് അതിന്മേൽ അങ്ങ് ചാടി കയറി. ശേഷം എന്ത് സംഭവിക്കുന്നു? If there is no force, ഈ ഡയറക്ഷനിൽ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൊമെന്റം എന്താവണമെടാ? മൊമെന്റം കോൺസ്റ്റന്റ് ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്കേറ്റിംഗ് ബോർഡിന്മേൽ നിന്നിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന ഇവരുടെ വെലോസിറ്റി എന്താവും? അതാണ് ചോദ്യം. So what is the momentum before initial? അവിടെ ആർക്ക് മാത്രമേ മൊമെന്റം ഉള്ളൂ? ബോയ്, കുട്ടിയുടെ മൊമെന്റം 33 മാസ്, വെലോസിറ്റി 6 പ്ലസ് 3 കിലോ ഉള്ള സ്കേറ്റ് ബോർഡിന് വെലോസിറ്റി ഇല്ല. സോ 6 × 33 അങ്ങനെ തന്നെ നിന്നോട്ടെ. That is the initial. Now what is the final? Finally ഇത് 33 സ്കേറ്റ് ബോർഡിന്റെ 3 കൂടെ 33 + 3 36 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി വി. ഇത് രണ്ടും എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം. ക്ലിയർ ആണോ? 198 198 നീ മൾട്ടിപ്ലൈ ചെയ്താവും അല്ലേ? ഓക്കെ, 198 മൾട്ടിപ്ലൈ ചെയ്യണ്ടായിരുന്നു. കാരണം ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 × 6 എന്ന് പറയുന്നതും 36 × v അല്ലേ? ദിസ് ഈസ് 36v. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ v is equal to 33 × 6/36. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 6. 33/6 എന്ന് പറഞ്ഞാൽ 11/2 which is 5.5 meter per second. ഓക്കെ, ക്ലിയർ ആണോ? മൊമെന്റം ബിഫോറും ആഫ്റ്ററും ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ആൻസർ ബി. ഓക്കെ, കഴിഞ്ഞു. അപ്പോ ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ 1-2 വിഷയങ്ങൾ ഞാൻ എലാബറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കും. ഒരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന തോണി. ഓക്കെ, ഈ എൻറ്റയർ സിസ്റ്റം നമ്മൾ എടുത്താൽ എൻറ്റയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ തോണിയും തോണിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ആളും കൂടെ മുഴുവൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല. അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നുമില്ല. വെള്ളത്തിന്റെ സർഫസിൽ തോണിക്ക് ഫ്രിക്ഷൻ ഇല്ല എന്ന് നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ ഈ ആള് മുന്നോട്ട് ആയുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾക്കൊരു മൊമെന്റം കിട്ടൂലേ, m/v. അപ്പോൾ തിരിച്ച് അതേ മൊമെന്റം ആർക്കുണ്ടാവണം? ഈ കാണുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ mvയും ക്യാപിറ്റൽ M-v-യും, അത് മാഗ്നിറ്റ്യൂഡുകളാണ് കേട്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസാ. ഇത് രണ്ടും ഈക്വൽ ആയല്ലേ പറ്റൂ, എന്നാലല്ലേ ചേഞ്ച് ഇൻ മൊമെന്റം 0 ആവുള്ളൂ. ഓക്കെ, ഈ കാണുന്ന mv ലെഫ്റ്റ് സൈഡിക്കും ഈ ക്യാപിറ്റൽ M-v റൈറ്റ് സൈഡിക്കും ഉണ്ടാവാൻ എടുക്കുന്ന ടൈമും ഈക്വൽ ആണല്ലോ. അതായത് ഒരാൾ മുന്നോട്ടായുമ്പോൾ ബോട്ട് പുറകിലേക്ക് പോകുന്ന, അതായത് ആൾക്ക് അങ്ങോട്ടുള്ള വെലോസിറ്റിയും ബോട്ടിന് പുറകിലേക്കും കിട്ടുന്ന വെലോസിറ്റികൾ കിട്ടുന്ന ഒരേ സമയം കൊണ്ടല്ലേ. ഈ കാണുന്ന ഫോഴ്സ്, അതായത് ഇത് ആർക്കുണ്ടായ മൊമെന്റം ചേഞ്ചാ. ഈ mv എന്ന് പറയുന്ന മൊമെന്റം ഈ ആൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ കിട്ടിയതല്ലേ. അപ്പൊ അയാളുടെ മൊമെന്റം ചേഞ്ച് ആണ് mv. ബൈ ടൈം എന്ന് പറഞ്ഞാൽ അയാളുടെ മുകളിലുള്ള ഫോഴ്സ്.
എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫോഴ്സ് ഓൺ ദ മാൻ ബിക്കോസ് ഓഫ് ബോട്ട് എന്ന് പറയുന്നതും ഇത് തിരിച്ച് ഫോഴ്സ് ഓൺ ദ ബോട്ട് ബിക്കോസ് ഓഫ് മാൻ എന്ന് പറയുന്നതും ആണ് ഈ കാണുന്നത്. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊമെന്റം ഉണ്ടാകുമ്പോൾ മറ്റേ സൈഡിലേക്ക് മൊമെന്റം ഉണ്ടാകണം. മൊമെന്റം ഉണ്ടാകുന്നതാണ് ഫോഴ്സ്. അപ്പൊ അതിന്റെ അർത്ഥം ആള് തോണിയിൽ പുറകിലേക്ക് പുഷ് ചെയ്ത പോലെ തോണി ഇയാളെ മുന്നിലേക്കും പുഷ് ചെയ്തിട്ടുണ്ട്. ആക്ഷനും ഈ കാണുന്നതാണ് എന്ത്? ആക്ഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, എന്തായിരുന്നു, ഏതൊക്കെയാണ് നമ്മുടെ 3 ലോസ്? ലോ ഓഫ് ഇനേർഷ്യ, പിന്നെ രണ്ടാമത്തെ ലോ എന്താ? F ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. മൂന്നാമത്തത് F12 is equal and opposite to F21. ഓക്കെ, നൗ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും എഴുതണ്ട കേട്ടോ. ഈ ലോ ഓഫ് ഇനേർഷ്യ എന്താ പറഞ്ഞേ? ലോ ഓഫ് ഇനേർഷ്യ പറഞ്ഞത് ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് an unbalanced external force acts on it. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താലേ മൊമെന്റം, അതായത് ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ദ സെയിം മൊമെന്റം, ഓർ കണ്ടിന്യൂ ഇൻ ദ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ദ സെയിം മൊമെന്റം. മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ മൊമെന്റം ദാറ്റ് മീൻ ദർ മസ്റ്റ് ബി ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സ് ഉണ്ടെങ്കിലേ മൊമെന്റം ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഈ 1 2 2 1 വെറുതെ കൊടുത്തല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് 1 2 എന്ന് പറഞ്ഞാൽ 1 2 കൊടുക്കുന്നതും 2 1 എന്ന് പറഞ്ഞാൽ 2 1 കൊടുക്കുന്നതും. ഫോഴ്സ് ആക്ഷനും റിയാക്ഷനും 1 2 2 1 അതാണ് ആക്ഷനും റിയാക്ഷനും ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലോ ഓഫ് ഇനേർഷ്യ പറയുന്നത് ബോഡി വിൽ കണ്ടിന്യൂ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ദർ ഇസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അഥവാ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ മൊമെന്റം ചേഞ്ച് ചെയ്യുള്ളൂ. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം ചേഞ്ച് ഇല്ല, മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അതിൽ ഒരു ഭാഗത്തിന് മൊമെന്റം ചേഞ്ച് വന്നു എന്ന് വിചാരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തൊരു സിസ്റ്റം, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിലെ ഒരു ഭാഗത്തിന് മൊമെന്റം ചേഞ്ച് വന്നാൽ ടോട്ടൽ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ മറ്റേ ഭാഗത്തിന് ഒരു മൊമെന്റം ചേഞ്ച് വരും. ആള് മുന്നോട്ട് പോകുമ്പോൾ തോണി പുറകിലേക്ക് പോകും, ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് പുറകിലേക്ക് പോകും. എന്താ കാരണം? ഈ മൊത്തം സിസ്റ്റത്തിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഒരാൾക്ക് മൊമെന്റം കിട്ടിയാൽ മറ്റേ ആൾക്ക് തിരിച്ച് മൊമെന്റം ഉണ്ടാവണം, എന്നാലേ പഴയ മൊമെന്റം കോൺസ്റ്റന്റ് ആയി നിൽക്കുള്ളൂ. അങ്ങനെ ഒരാൾക്ക് അങ്ങോട്ടൊരു മൊമെന്റം ചേഞ്ചും മറ്റേ ആൾക്ക് പുറകിലേക്ക് ഇങ്ങോട്ടൊരു മൊമെന്റം ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒന്ന് ആക്ഷൻ മറ്റേത് റിയാക്ഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സാധനം ഒന്ന് തന്നെയാണ്. ഓക്കെ, ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്ന ഈ 3 ലോകളും ഒന്ന് തന്നെയാണ്. ഇൻ എഫക്റ്റ് ഒരേ കാര്യങ്ങളെ തന്നെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പക്ഷെ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലോസ് ഓഫ് മോഷനിൽ. ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി +2 +1 പഠിക്കാൻ പോകുന്ന ലോസ് ഓഫ് മോഷനിലെ മെയിൻ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരും. അപ്പോൾ ലോസ് ഓഫ് മോഷൻ എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കണം, ലോസ് ഓഫ് മോഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ ചാപ്റ്ററിൽ മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് മോഷനുള്ള കാര്യങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിക്കാൻ. ഇപ്പോൾ നമ്മൾ ഇത് എഫക്റ്റീവ്ലി നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യലും അതിലേക്ക് കുറച്ച് പൊടിക്ക് 11th വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും കൂടെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തരില്ല. മുഴുവൻ ഇപ്പോൾ ഈ ബ്രിഡ്ജിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവണം എന്നില്ല. ദാറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് 10th പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യില്ലെങ്കിലും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല, കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ അത് തന്നെ നിങ്ങളുടെ 11th പെർഫോമൻസ് അല്ലെങ്കിൽ 11th കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം,
10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒക്കെ പഠിച്ചിരുന്ന പോലെ അവസാനത്തെ ഒരു മാസം സ്റ്റഡി ലീവിന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് കുറേ ഓടിച്ച് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്തിട്ട് അങ്ങ് പോകുക എന്ന രീതി മേ ബി 11th ബോർഡ് എക്സാമിന് പോസിബിൾ ആകുമായിരിക്കും. പക്ഷേ എൻട്രൻസ് എക്സാമിന് അതൊരിക്കലും നടക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ഒരു എൻട്രൻസ് എക്സാം വിന്നർ ഉണ്ടാവുകയുമില്ല. അത് ഗ്യാരണ്ടി തരാവുന്ന കാര്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് JEE സെഷൻ 1 എഴുതുമ്പോഴേക്ക് തന്നെ, നിങ്ങളുടെ ഫസ്റ്റ് JEE എഴുതുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും സാധിക്കും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നേരത്തെ ചോദിച്ച എന്തെങ്കിലും ഞാൻ അഡ്രസ്സ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. യെസ്, 9:16 ആയിട്ടുണ്ട് സമയം. 1 മിനിറ്റ് സമയം കൂടെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്യാൻ 1 മിനിറ്റും കൂടെ ഞാൻ തരാം. ഫിസിക്സ് നേരത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഈവൻ നമ്മൾ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചോദിക്കാവുന്നതാണ്. യെസ്, ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഹാപ്പി വിഷു. നാളെ വിഷു അല്ലേ? പോയി പടക്കമൊക്കെ പൊട്ടിക്കും. കയ്യും ഒക്കെ നോക്കണം കേട്ടോ, കയ്യും മുഖമൊക്കെ നോക്കണം പടക്കം പൊട്ടിക്കുമ്പോൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.